بسم الله الرحمن الرحيم. ഈ സോവനീർ പ്രബോധന രംഗത്തെ പുതിയ സംരംഭം. ആദർശ പഠന രംഗത്ത് പുത്തൻ രീതിശാസ്ത്രം. പ്രഭാഷണങ്ങൾ, അഭിമുഖങ്ങൾ, ചർച്ചകൾ. പ്രാമാണികം, ആധികാരികം. പഠനവും വിനോദവും. ഈ സോവനീർ. SYS മലപ്പുറം ജില്ലാ സമ്മേളനോപഹാരം. പ്രസാദനം SYS ജില്ലാ കമ്മിറ്റി മലപ്പുറം, വാദിസലാം. സ്നേഹഗീതം പാടിയേ സ്നേഹസാഗര വീതിയേ മാനവ മലർവാടിയേ മോഹനപ്പൂ ചൂടിയേ. സ്നേഹഗീതം പാടിയേ സ്നേഹസാഗര വീതിയേ മാനവ മലർവാടിയേ മോഹനപ്പൂ ചൂടിയേ. സാരസമായി വമിക്കുന്നേ സാന്ത്വന വാക്ക് പരത്തുന്നേ പാവന ജീവിതമാക്കുന്നേ ആരിലും ശാന്തി വിതക്കുന്നേ സുന്നി യുവജന സംഘം സുഹൃതമിത. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ വഅലാ ആലിഹി വസ്വഹാബിഹിൽ ഫായിസീൻ. അമ്മാ ബഅദ്. ഫഅഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ. മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ല ലഹു വമൻ യുദ്ലിൽഹു ഫലാ ഹാദിയ ലഹു. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن سيدنا محمدا عبده ورسوله وحبيبه وخليله وصفيه. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي قلت حيلتي أدركني يا رسول الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. صدق الله مولانا العظيم. صدق وبلغ رسوله النبي الكريم. ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. يا سيد السادات جئتك قاصدا أرجو حماك فلا تخيب مقصدي. قد حل بي ما قد علمت من الأذى والظلم والضعف الشديد فأسعدي. إني نزيلك والنزيل لديك يا خير الأنعام بكل خير يغتدي. ആദരണീയരായ പണ്ഡിതന്മാരെ, സ്നേഹമുള്ള സഹോദരങ്ങളെ, ശ്രോതാക്കളെ, നല്ലവരായ നാട്ടുകാരെ, മങ്കൂസ് മൗലിദ് എന്ന വിഷയത്തെക്കുറിച്ചാണ്
ഇന്നിവിടെ ഞാൻ സംസാരിക്കേണ്ടത്. കേരളീയ മുസ്ലിമീങ്ങൾ നൂറ്റാണ്ടുകളായി വളരെ ആദരവോടെയും ബഹുമാനത്തോടെയും ആചരിച്ചു വരുന്ന പാരായണം ചെയ്ത് പുണ്യം തേടിക്കൊണ്ടിരിക്കുന്ന മഹത്തായ ഒരു മൗലിദാണ് മങ്കൂസ് മൗലിദ് എന്നത്. നൂറ്റാണ്ടുകളായി കേരളീയ മുസ്ലിമീങ്ങൾ അത് ചൊല്ലിപ്പോരുകയും അവരുടെ ആത്മീയവും ബൗദ്ധികവുമായ വിഷയങ്ങൾക്ക് പരിഹാരമായി നിർദ്ദേശിക്കപ്പെടുകയും അത് പ്രായോഗികമായി അവർ ആചരിച്ചു വരികയും ചെയ്യുന്ന ഒരു മൗലിദാണ് മങ്കൂസ് മൗലിദ് എന്നത്. ഇസ്ലാമിൽ പരമ്പരാഗതമായി അനുവർത്തിച്ചു വരുന്ന ആചരിച്ചു വരുന്ന പല വിഷയങ്ങളിലും ഇസ്ലാമിന്റെ പേരിൽ അറിയപ്പെടുന്ന ചില ആളുകൾ വിമർശനങ്ങൾ ഉന്നയിക്കുകയും അവയെ ചോദ്യം ചെയ്യുകയും പൂർവീകരെയും അത്തരം ആചാരങ്ങൾ അനുവർത്തിച്ചു വരുന്ന ആളുകളെ കൊച്ചാക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഭാഗമായി മങ്കൂസ് മൗലിദിനെയും ചില ആളുകൾ വിമർശിക്കുകയും ആ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്ന വിശ്വാസി ലക്ഷങ്ങളെ അപഹസിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ദാരുണമായ കാഴ്ച നമുക്കിന്ന് കാണാൻ കഴിയും. പക്ഷേ എന്റെ ഇന്നത്തെ ഈ സംസാരം അത്തരം വിമർശനങ്ങൾക്കുള്ള മറുപടി അല്ല. വിമർശനങ്ങൾക്കുള്ള മറുപടി എന്നതിലുപരി മങ്കൂസ് മൗലിദിൽ ഉൾക്കൊണ്ടിട്ടുള്ള അടങ്ങിയിട്ടുള്ള അതിന്റെ ഉള്ളടക്കം, മങ്കൂസ് മൗലിദിന്റെ ഉള്ളടക്കം പ്രാമാണികമായി വിശകലനം നടത്തുക എന്നതാണ് ഞാൻ ഇതുകൊണ്ട് ലക്ഷ്യമാക്കുന്നത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. മങ്കൂസ് മൗലിദ് ചർച്ചക്കെടുക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്കതേക്കുറിച്ച് പറയാനുണ്ട്. മൗലിദ് പാരായണം ചെയ്യാൻ പറ്റുമോ? അത് പാരായണം ചെയ്യുന്നതിന്റെ പ്രാമാണികമായ വിശകലനം, മൗലിദാഘോഷ പരിപാടികളും മൗലിദ് പാരായണം ചെയ്യലും അനുവദനീയമാണോ എന്ന ചർച്ചക്കല്ല ഇവിടെ പ്രസക്തി. മങ്കൂസ് മൗലിദിലുള്ള ഉള്ളടക്കത്തെക്കുറിച്ചാണ്. പക്ഷെ ആമുഖമായി ഒന്ന് രണ്ട് കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താനുള്ളത്. മങ്കൂസ് മൗലിദ് എന്ന് പറയുന്ന ഈ മൗലിദിന് മങ്കൂസ് എന്ന പേര് പറയാനുള്ള കാരണം എന്താണ്? ചില കഥയില്ലാത്തവരും വിവരമില്ലാത്തവരും ഈ മൗലിദിന്റെ പേര് പോലും ശരിയായ രൂപത്തിൽ പഠിക്കാതെ, മനസ്സിലാക്കാതെ, ഉൾക്കൊള്ളാതെ, മങ്കൂസ് എന്ന് പറഞ്ഞാൽ കീഴ്മേൽ മറിഞ്ഞത്, അതുപോലെ തന്നെ തല കുത്തിമറിഞ്ഞിട്ടുള്ളത് എന്നൊക്കെ ചില ആളുകൾ അർത്ഥം വെച്ചിട്ടുണ്ട്. എന്നാൽ മങ്കൂസ് എന്ന പദം കൊണ്ട് വിവക്ഷിക്കുന്നത് ചുരുക്കപ്പെട്ടത്, സംക്ഷിപ്തമാക്കപ്പെട്ടത് എന്നൊക്കെയാണ്. അതായത് വലിയ വലിയ മൗലിദുകളിൽ നിന്നും മൗലിദ് കിതാബുകളിൽ നിന്നും ചുരുക്കി എടുത്ത് ഉണ്ടാക്കപ്പെട്ടതാണ് മങ്കൂസ് മൗലിദ് എന്നതുകൊണ്ടാണ് ഈ മൗലിദിന് ഇപ്രകാരം പേര് പറയപ്പെട്ടിട്ടുള്ളത്. ഇസ്ലാമിക ചരിത്രം എടുത്തു പരതിയാൽ, കഴിഞ്ഞ കാല നൂറ്റാണ്ടുകൾ എടുത്ത് പരതിയാൽ മൗലിദ് കിതാബുകൾ പൂർവിക പണ്ഡിതന്മാർ ഒരുപാട് രചിച്ചിട്ടുള്ളതായി നമുക്ക് കാണാൻ കഴിയും. ഈ രംഗത്ത് ഏറെ വിശ്രുതമായ ഒട്ടേറെ ഗ്രന്ഥങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ബഹുമാനപ്പെട്ട ഹാഫിദ് അബ്ദുർ റഹീമുൽ ഇറാഖി റഹിമഹുല്ലാഹ്, അതുപോലെ തന്നെ ഇമാം ഹാഫിദ് സഖാവി റഹിമഹുല്ലാഹ്, ഹാഫിദ് മുല്ലാലിയുൽ ഖാരി റഹിമഹുല്ലാഹ്,
ഹാഫിള് വജീഹുദ്ദീൻ ഷെയ്ബാനി റഹിമഹുല്ലാഹ് തുടങ്ങിയ ഒട്ടനേകം ആളുകൾ മൗലിദുകൾ രചിച്ചതായി ചരിത്രത്തിൽ നമുക്ക് കണ്ടെത്താൻ കഴിയും. ബഹുമാനപ്പെട്ട അല്ലാമ ഷംസുദ്ദീൻ മുഹമ്മദ് ബിൻ മുഹമ്മദ് അൽ ജസ്രി റളിയല്ലാഹു അൻഹു രചിച്ച തഅരീഫ് ഫിൽ മൗലിദ് ശരീഫ് എന്ന മൗലിദ് ഏറെ വിശ്രുതമാണ്. ബഹുമാനപ്പെട്ട ഷെയ്ഖ് അബ്ദുൽ ഖത്താബ് ഇബീൻ ദഹിയ അൽ ഹാഫിദ് മഹാനവറുകളെ രചിച്ച തൻവീർ ഫി മൗലിദിൽ ബഷീർ നദീർ എന്ന ഗ്രന്ഥം മൗലിദുകളുടെ കൂട്ടത്തിൽ ഏറെ ആധികാരികവും പ്രാമാണികവും. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഹാഫിദ് നാസിറുദ്ദീൻ ദിമശ്ഖി രചിച്ച വുറൂദു സ്വാദി ഫി മൗലിദിൽ ഹാദി, ബഹുമാനപ്പെട്ട ഹാഫിദ് ഇബ്നുൽ ജൗസി റഹിമഹുല്ലാഹു രചിച്ച ഉർഫു തഅരീഫ് ബിൽ മൗലിദ് ശരീഫ്, അതുപോലെ ഹാഫിദ് ഇബ്നുൽ ജൗസി റഹിമഹുല്ലാഹു തന്നെ രചിച്ചിട്ടുള്ള മൗലിദുൽ അറൂസ്, ബഹുമാനപ്പെട്ട ഷെയ്ഖ് അഹമ്മദ് ദർദീദി റഹിമഹുല്ലാഹു രചിച്ചിട്ടുള്ള മൗലിദ്, അതുപോലെ തന്നെ ഇമാം നൂറുദ്ദീനുൽ ഹൽബി രചിച്ച അൽ ഫജ്റുൽ മുനീർ ബി മൗലിദിൽ ബഷീർ നദീർ, ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി ഈ വിഷയകമായി രചിച്ചിട്ടുള്ള നിഅമത്തുൽ കുബ്ര അലൽ ആലം, അതുപോലെ അൽ മൗലിദുൽ ബർസഞ്ചി തുടങ്ങി ഒട്ടേറെ മൗലിദുകൾ പൂർവകാലങ്ങളിൽ പണ്ഡിതന്മാരും ഹാഫിദുകളുമായിട്ടുള്ള നിരവധി പണ്ഡിതന്മാർ രചിക്കുകയും സമൂഹം അതൊക്കെ നിരന്തരം ഉപയോഗപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് എന്ന് ചരിത്രം പരതിയാൽ നമുക്ക് കണ്ടെത്താൻ കഴിയും. ആ മൗലിദുകളിൽ നിന്നെല്ലാം കൂടി ചുരുക്കിയത് കൊണ്ടാണ് ഇതിന് മങ്കൂസ് മൗലിദ് എന്ന് പേര് പറയപ്പെടുന്നത്. മറ്റു ചില പണ്ഡിതന്മാർ ചില പ്രത്യേക മൗലിദുകളിൽ നിന്ന് മാത്രം ചുരുക്കിയെടുത്തതാണ് മങ്കൂസ് മൗലിദ് എന്നും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഏതായാലും മറ്റു വലിയ മൗലിദുകളിൽ നിന്ന് ചുരുക്കപ്പെട്ടതായത് കൊണ്ടാണ് ഇതിന് മങ്കൂസ് എന്ന പേര് പറഞ്ഞിട്ടുള്ളത്. ഇത് രചിച്ചിട്ടുള്ളത് കേരളീയ മുസ്ലിമീങ്ങൾക്ക് ഇസ്ലാമിക വൈജ്ഞാനിക പ്രഭക്ക് തിരികൊളുത്തിയ മഹാവ്യക്തിത്വം ബഹുമാനപ്പെട്ട ഷെയ്ഖ് അബൂ യഹ്യ സൈനുദ്ദീൻ ഇബ്നു അലി ഇബ്നു അഹ്മദ് റളിയല്ലാഹു അൻഹു എന്ന അൽ മഖ്ദൂമുൽ കബീർ റഹ്മത്തുള്ളാഹി അലൈഹി. അൽ മഖ്ദൂമുൽ കബീർ ഹിജ്റ 928 വഫാത്തായ മഹാപണ്ഡിതൻ. ഏകദേശം 500 വർഷം മുമ്പ് ജീവിച്ച വഫാത്തായിട്ടുള്ള ആ മഹാപണ്ഡിതനാണ് കേരളീയ മുസ്ലിമീങ്ങൾ ചൊല്ലാനായി ഇങ്ങനെ ഒരു മൗലിദ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്നതാണ് പൂർവീകരൊക്കെ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. ഈ മങ്കൂസ് മൗലിദ് ഉണ്ടാക്കാൻ ഒരു പ്രത്യേക പശ്ചാത്തലവും സാഹചര്യവും ഉള്ളതായി പൂർവീകർ പഠിപ്പിച്ചത് കാണാം. എന്തായിരുന്നു അത്? പൊന്നാനിയിലും പരിസരങ്ങളിലും ആകെ പടർന്നു പിടിച്ച മാരകമായ ഒരു രോഗം കോളറയാണെന്ന് പറയപ്പെടുന്നു. ഏതായാലും വലിയ ഒരു രോഗം അവിടെയുള്ള ആളുകൾക്ക് പിടിപെട്ടപ്പോൾ ആ രോഗശമനത്തിനായി ബഹുമാനപ്പെട്ട മഖ്ദൂം തങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത ആത്മീയ ചികിത്സയാണ് മങ്കൂസ് മൗലിദ് എന്നത്. അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കീർത്തനങ്ങളും മദ്ഹുകളും പറഞ്ഞു പാടി പുകഴ്ത്തി ഗദ്യമായും പദ്യമായും പാടി പുകഴ്ത്തുന്ന പ്രവണത, ഇതാണ് മൗലിദ്. ഇത് മുഖേന രോഗങ്ങൾക്കും അതുപോലെ മഹാമാരികൾക്കും വിഷമാവസ്ഥകൾക്കുമൊക്കെ പരിഹാരമുണ്ടാകുമെന്ന് പൂർവീക പണ്ഡിതന്മാർ തന്നെ രേഖപ്പെടുത്തി വെച്ചത് നമുക്ക് കാണാൻ കഴിയും. അത് പഠിച്ചു മനസ്സിലാക്കിയ ആതിത്വമായതുകൊണ്ട് തന്നെ ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ ഈ കാര്യങ്ങൾ പഠിച്ചിട്ടുള്ളവരായതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട മഖ്ദൂം തങ്ങൾ അവിടെയുള്ള മുസ്ലിമീങ്ങളോട് മങ്കൂസ് മൗലിദ് പാരായണം ചെയ്യാൻ നിർദ്ദേശിക്കുകയും ജനങ്ങളത് പാരായണം ചെയ്ത് ആത്മീയമായി പുരോഗതി നേടുകയും ഭൗതികമായി അവരുടെ ശാരീരികമായ രോഗങ്ങൾ അവർക്കുള്ളായ വിപത്തുകളിൽ നിന്ന് സുരക്ഷ നേടുകയും ചെയ്തു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഞാൻ പറയുന്നത് ഒരു ആത്മീയ ചികിത്സ എന്ന രൂപത്തിലാണ്
ബഹുമാനപ്പെട്ട മഖ്ദൂം തങ്ങൾ ഇത് ആരംഭിച്ചിട്ടുള്ളത്. ചില ആളുകൾ പറയും, ഇപ്പോൾ നമ്മുടെ നാടുകളിൽ ആശുപത്രികൾ, ഹോസ്പിറ്റലുകൾ സുലഭമാണ്, പിന്നെ ഇത്തരം ആത്മീയ ചികിത്സകരുടെ ആവശ്യമില്ലല്ലോ എന്ന് പറഞ്ഞ് ഇതിനെയൊക്കെ പുച്ഛിക്കുകയും നിരാകരിക്കുകയും ചെയ്യുന്നത് കാണാൻ കഴിയും. വലിയ വങ്കത്വം എന്നല്ലാതെ എന്തു പറയാൻ. ഭൗതികമായ സൗകര്യങ്ങളും സംവിധാനങ്ങളും കൂടി എന്നതുകൊണ്ട് ആത്മീയതയെ നിരാകരിക്കുക എന്നത് അത് ഇസ്ലാമിന്റെ ശൈലിയല്ല. അല്ലെങ്കിലും നാം ചിന്തിച്ചു നോക്കുക, ഭൗതിക ചികിത്സയും ഹോസ്പിറ്റലുകളും ഒക്കെ വർദ്ധിച്ച ഈ സാഹചര്യത്തിൽ പോലും ആത്മീയ ചികിത്സകൾക്ക് പ്രാധാന്യം വന്നുകൊണ്ടിരിക്കുന്നു എന്ന് മാത്രമല്ല, നമ്മുടെ രാജ്യത്ത് മങ്കൂസ് മൗലിദ് ഉൾപ്പെടെയുള്ള മൗലിദുകളെ വിമർശിച്ചിരുന്ന ആളുകൾ തന്നെ ഒരു കാലഘട്ടത്തിൽ ജിന്ന്, പിശാച് ചികിത്സയും അത് സംബന്ധമായ വിശ്വാസവും ഒക്കെ അന്ധവിശ്വാസമാണെന്ന് പ്രചരിപ്പിച്ചിരുന്ന ആളുകൾ തന്നെ അവരുടെ നേതൃത്വത്തിൽ ഇത്തരം ജിന്ന് ചികിത്സാലയങ്ങൾ വരെ ആരംഭിച്ചു എന്ന് പറയുമ്പോൾ ഈ ആളുകൾ പിന്നെ മങ്കൂസ് മൗലിദിനെ മാത്രം എന്തിന് വിമർശിക്കുന്നു എന്നാണ് നമുക്ക് ചോദിക്കാനുള്ളത്. അവരും ഇപ്പോൾ ഇത് ആരംഭിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് മങ്കൂസ് മൗലിദ് എന്ന ആത്മീയ ചികിത്സയെ നിരാകരിക്കുകയോ അത് ചെയ്യുന്നവരെ കുറ്റപ്പെടുത്തുകയോ ചെയ്യേണ്ടുന്ന ഒരു കാര്യവുമില്ല. അത് ഇപ്പോഴും പ്രവാചകരുടെ അവദാനങ്ങൾ വാഴ്ത്തപ്പെടുന്ന മഹത്തായ ഒരു മൗലിദായി നിലനിൽക്കുന്നു. അത് ആചരിക്കുന്നു, അത് ചൊല്ലിപ്പറയുന്നു. അതിന്റെ ഫലം അത് ചെയ്യുന്നവർക്ക് ലഭ്യമാവുകയും ചെയ്യുന്നുണ്ട് എന്നത് അനിഷേധ്യമായ ഒരു യാഥാർത്ഥ്യമാണ്. ഞാൻ മൗലിദിന്റെ ഉള്ളടക്കത്തിലേക്ക് കടന്നു വരികയാണ്. ഈ മൗലിദിന്റെ ഉള്ളടക്കം എന്താണ്? അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കീർത്തനമാണ് മങ്കൂസ് മൗലിദിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. അള്ളാഹുവിന്റെ റസൂലിന്റെ കീർത്തനങ്ങളാണ്. ജനനം മുതൽ, റസൂലുള്ളാഹി തങ്ങൾ ഗർഭസ്ഥ ശിശുവായിരുന്ന അവസ്ഥ മുതൽ, റസൂലുള്ളാഹി തങ്ങൾ ജനിക്കുന്നതിന് മുമ്പ്, റസൂലുള്ളാഹി തങ്ങൾ ആലമുൽ അർവാഹിലായിരുന്ന ആ കാലഘട്ടം മുതൽ, മാതാപിതാക്കളുടെ മുതുകിലൂടെ, ഉമ്മമാരുടെ ഗർഭാശയത്തിലൂടെ നീങ്ങിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ മുതൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിക്കുന്ന ആ രംഗവും അവിടുന്ന് വളർന്നു വലുതാകുന്ന അവസ്ഥകളും, റസൂലുള്ളാഹി തങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അത്ഭുതങ്ങളും മുഅ്ജിസത്തുകളും, ഇതാണ് മങ്കൂസ് മൗലിദിലെ പ്രതിപാദനം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് രചിക്കപ്പെട്ട മറ്റു മൗലിദുകളുടെ ഒക്കെ ഉള്ളടക്കവും ഇത് തന്നെയാണ്. എന്നാൽ മങ്കൂസ് മൗലിദിലുള്ള ഉള്ളടക്കം മുഴുവനും അബദ്ധമാണെന്നും കളവാണെന്നും ഖുർആൻ വിരുദ്ധമാണെന്നും അത് ശിർക്ക് വരെ അതിലുണ്ടെന്നുമാണ് ചില ആളുകൾ ഇവിടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അത് മുഴുവനും കൂടി വിശദീകരിക്കുവാൻ ഒരു ദിവസത്തെ പ്രഭാഷണത്തിന് സാധ്യമല്ല എന്നത് യാഥാർത്ഥ്യമാണ്. വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളിലൂടെ ഒരു ഓട്ടപ്രദക്ഷിണം നടത്താനാണ് ഇൻഷാ അല്ലാഹ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. മങ്കൂസ് മൗലിദിന്റെ തുടക്കം തന്നെ നമുക്കറിയാം. സുബ്ഹാനല്ലദീ യത്ലഉ ഫീ ശഹ്രി റബീഉൽ അവ്വൽ ഖമറ നബിയിൽ ഹുദാ വഅവ്ജദ നൂറഹു ഖബ്ല ഖൽഖിൽ ആലമി വസമ്മാഹു മുഹമ്മദാ. അങ്ങനെയാണ്. എന്താണ് അതിൽ പറയുന്നത്? സന്മാർഗത്തിന്റെ പ്രവാചകരെന്ന പൂർണ്ണ ചന്ദ്രൻ ഉദയം ചെയ്യുന്നത് റബീഉൽ അവ്വൽ മാസത്തിലാകുന്നു എന്നതാണ്. ആ റബീഉൽ അവ്വൽ മാസത്തിൽ ഉദയം ചെയ്യിപ്പിച്ച ജഗന്നിയന്താവായ പടച്ച തമ്പുരാന്റെ പരിശുദ്ധിയെ വാഴ്ത്തിക്കൊണ്ടാണ് മങ്കൂസ് മൗലിദ് ആരംഭിക്കുന്നത്. എന്നാൽ ഈ വിഷയത്തിൽ പ്രാമാണികമായ നിലപാട് എന്താണ്? ചില ആളുകൾ പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റബീഉൽ അവ്വൽ മാസത്തിൽ അല്ല ജനിച്ചത് എന്നാണ്. പിന്നെ എങ്ങനെയാണ് മങ്കൂസ് മൗലിദിൽ ഇപ്രകാരം ഒരു പരാമർശം നടത്തുക എന്നൊക്കെ ചില ആളുകൾ ചോദിക്കാറുണ്ട്. പ്രമാണമെടുത്ത് പരിശോധിച്ചു നോക്കുമ്പോൾ, ചരിത്രങ്ങൾ മുഴുക്കെ എടുത്ത് പരിശോധിച്ചാലും ഒരു കാര്യം നമുക്ക് ബോധ്യപ്പെടും. ബഹുമാനപ്പെട്ട ഹാഫിദ് ഇബ്നുൽ ജൗസി റഹിമഹുല്ലാഹ്
മഹാനവറുകൾ രേഖപ്പെടുത്തി വെക്കുന്നത് കാണാം. ഇത്തഫഖു അലാ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വുലിദ യൗമൽ ഇത്നൈനി ഫീ ശഹ്രി റബീഉൽ അവ്വൽ ആമൽ ഫീൽ. എന്താണ് മഹാൻ പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റബീഉൽ അവ്വൽ മാസം തിങ്കളാഴ്ച ദിവസമാണ് ജനിച്ചിട്ടുള്ളത് എന്ന കാര്യത്തിൽ പണ്ഡിതർ ഏകോപിച്ചിരിക്കുന്നു എന്നാണ്. ഹാഫിദ് ഇബ്നുൽ ജൗസി ഹദീസിന്റെ വിഷയത്തിൽ വളരെ കണിശതയുള്ള വ്യക്തിത്വമാണ്. മഹാൻ പറയുന്നത് ഇത്തഫഖു എന്നാണ്. അവരെല്ലാവരും ഏകോപിച്ചിരിക്കുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിക്കുന്നത് റബീഉൽ അവ്വൽ മാസമാണെന്നും തിങ്കളാഴ്ച ദിവസത്തിലാണെന്നും ഹാഫിദ് ഇബ്നുൽ ജൗസിയുടെ സിഫത്തു സ്വഫ്വ എന്ന ഗ്രന്ഥത്തിന്റെ 1-ാമത്തെ വാള്യം 52-ാമത്തെ പേജിൽ നമുക്ക് ഈ ഉദ്ധരണി കാണാൻ കഴിയും. റബീഉൽ അവ്വൽ മാസത്തിലാണ് ജനിച്ചിട്ടുള്ളത് എന്ന കാര്യത്തിൽ പണ്ഡിതന്മാർ തർക്കമില്ലാതെ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു. പക്ഷേ റബീഉൽ അവ്വൽ മാസത്തിലെ എത്രാമത്തെ ദിവസമാണ് റസൂലുള്ളാഹി ജനിച്ചിട്ടുള്ളത്? ആ വിഷയത്തിലുള്ള ഏറ്റവും പ്രബലമായ അഭിപ്രായം ഹാഫിദ് ഇബ്നു ഹജർ അൽ-അസ്ഖലാനി റഹിമഹുല്ലാഹ് സ്വഹാബി പ്രമുഖരായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും ജാബിർ റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഉദ്ധരിക്കുന്നത് കാണാം. മഹാൻ പറയുന്നു, ഉലിദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആമൽ ഫീൽ യൗമൽ ഇത്നൈനി സാനി അശർ മിൻ ശഹ്രി റബീഉൽ അവ്വൽ. റബീഉൽ അവ്വൽ 12-ന് തിങ്കളാഴ്ച ദിവസമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭൂജാതനായത്. വഫീഹി ബുഇസ വഫീഹി ഉലിജ വഫീഹി ഹാജറ വഫീഹി മാത. അതേ ദിവസത്തിലാണ് അല്ലാഹുവിന്റെ റസൂലിനെ പ്രവാചകനായി നിയോഗിതനാക്കിയത്. അതേ ദിവസത്തിലാണ് അല്ലാഹുവിന്റെ റസൂൽ ഹിജറ പോയിട്ടുള്ളത്. അതേ ദിവസത്തിലാണ് അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായിട്ടുള്ളത്. വഹാദാ ഹുവൽ മശ്ഹൂറു ഇൻദൽ ജംഹൂർ. ഭൂരിപക്ഷ പണ്ഡിതരുടെയും അരികിൽ ഏറ്റവും വിശ്രുതമായ അഭിപ്രായം റബീഉൽ അവ്വൽ 12-നാകുന്നു എന്നാണ്. ഹാഫിദ് ഇബ്നു കസീർ തന്റെ അൽ ബിദായ വൻ നിഹായയിൽ ഇത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഹാഫിദ് ഇബ്നു കസീർ തന്റെ സീറത്തുൻ നബവിയ്യയിൽ ഇത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതുപോലെ ഇമാം ബൈഹഖി തന്റെ ദലായിലുൻ നുബുവയിൽ റബീഉൽ അവ്വൽ 12-നാണ് പ്രവാചകർ ജനിച്ചതെന്ന് രേഖപ്പെടുത്തി വെച്ചത് കാണാം. ഹാഫിദ് ഇബ്നു അസാക്കിർ തന്റെ താരീഖ് ദിമഷ്ക് കബീർ, അതുപോലെ ഹാഫിദ് ഇബ്നു റജബ് അൽ ഹംബലി തന്റെ ലതായിഫുൽ മആരിഫ് തുടങ്ങിയ ഗ്രന്ഥങ്ങളിലും രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇമാം അഹ്മദുൽ ഖസ്തലാനി തന്റെ അൽ മവാഹിബുൽ ലദുന്നിയ എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുന്നത് കാണാം. അല്ലാഹുവിന്റെ റസൂൽ റബീഉൽ അവ്വൽ 12-നാണ് ഭൂജാതനായിട്ടുള്ളത്. അതിന് മഹാനവറുകൾ തെളിവ് പറയുകയാണ്. വഅലൈഹി അമലു അഹ്ലി മക്ക. റബീഉൽ അവ്വൽ 12-നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് എന്നതിനുള്ള രേഖ മക്കയിലുള്ള ആളുകൾ ചെയ്യുന്ന കർമ്മമാണ്. ഖദീബൻ വഹദീസൻ, വളരെ നേരത്തെ മുതൽ മക്ക നിവാസികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രവണതയുണ്ട്. എന്താണത്? ഫി സിയാറത്തിഹിം മൗലിദിഹി ഫി ഹാദൽ വഖ്തി. അല്ലാഹുവിന്റെ റസൂൽ ജനിച്ച ഈ സമയം മക്ക നിവാസികൾ എല്ലാവരും റസൂലുള്ളാഹി ജനിച്ച ആ സ്ഥലം പോയി സന്ദർശിക്കുന്നു. അല്ലാഹുവിന്റെ റസൂൽ ജനിച്ച ആ സ്ഥലത്ത് അവരെല്ലാവരും പോയി കൂട്ടമായി സന്ദർശിക്കുന്നു. അത് ഈ റബീഉൽ അവ്വൽ 12-നാണ്. നോക്കൂ നിങ്ങൾ. അപ്പൊ റബീഉൽ അവ്വൽ 12-നാണ് റസൂലുള്ളാഹി തങ്ങൾ ജനിച്ചതെന്നും അതുകൊണ്ടാണ് മക്കയിലുള്ള ആളുകൾ ഒന്നാകെ പഴയകാലം മുതൽ ഖദീമൻ വഹദീസൻ. ഇമാം അഹ്മദുൽ ഖസ്തലാനി ഹിജ്റ 10-ാം നൂറ്റാണ്ടിലാണ് വഫാത്താകുന്നത്. ആ അഹ്മദുൽ ഖസ്തലാനി പറയുന്നു, ഞാൻ ഈ കാലഘട്ടത്തിലും വളരെ നേരത്തെ മുതൽ തന്നെ ആരംഭിച്ചതുമാണ് ഈ കർമ്മം. എന്ത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച സ്ഥലത്ത് പോയി സന്ദർശനം നടത്തുക എന്നത്. നോക്കൂ നിങ്ങൾ. അപ്പൊ അള്ളാഹുവിന്റെ റസൂലിന്റെ ജന്മ സ്ഥലത്തുള്ള വാസികളാണല്ലോ മക്കക്കാർ.
അവര് ചെയ്യുന്നത് തന്നെ റബീഉൽ അവ്വൽ 12-നാണെന്ന് വരുമ്പോൾ, അള്ളാഹുവിന്റെ റസൂലിന്റെ ജനനം റബീഉൽ അവ്വൽ 12-നായതുകൊണ്ടല്ലേ മക്ക നിവാസികൾ അങ്ങനെ ചെയ്യുന്നത്? ഇതാണ് ഇമാം അഹ്മദ് അൽ ഖസ്വലാനി ഇതിന് രേഖയായി ഉദ്ധരിക്കുന്നത്. ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിക്കുന്നത് റബീഉൽ അവ്വൽ 12-ന് തന്നെയാണെന്നാണ് ചരിത്രങ്ങളിലും പ്രമാണങ്ങളിലും ഏറ്റവും പ്രബലമായിട്ടുള്ളതും ഏറ്റവും വിശ്രുതവുമായ അഭിപ്രായമെന്ന് രേഖപ്പെടുത്തപ്പെട്ടത് നമുക്ക് കാണാൻ കഴിയും. മങ്കൂസ് മൗലിദിൽ പറയുന്ന മറ്റൊരു കാര്യം എന്താണ്? വഔജദ നൂറഹു ഖബ്ല ഖൽഖിൽ ആലമി വസമ്മാഹു മുഹമ്മദാ. അല്ലാഹുവിന്റെ റസൂലിന്റെ നൂറിനെയാണ് പടച്ച തമ്പുരാൻ ആദ്യമായി സൃഷ്ടിച്ചത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നൂറിനെയാണ്. ഖബ്ല ഖൽഖിൽ ആലം, ഈ ലോകത്തെ സൃഷ്ടിക്കുന്നതിന് മുമ്പായി അള്ളാഹു പടച്ചിട്ടുള്ളത്, സൃഷ്ടിച്ചിട്ടുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നൂറിനെയാകുന്നു. നമ്മുടെ രാജ്യത്ത് മങ്കൂസ് മൗലിദിനെയും മറ്റു മൗലിദുകളെയും വിമർശിക്കാൻ വേണ്ടി രംഗത്ത് വരുന്ന സർവമാന വിദളികളും വിമർശിക്കുന്ന ഒരു ഭാഗമാണ്. എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നൂറിനെയാണ് അള്ളാഹു ആദ്യമായി സൃഷ്ടിച്ചിട്ടുള്ളത് എന്നു പറയുന്നത് ശുദ്ധ കളവാണ്, അത് നുണയാണ്. അങ്ങനെ ഒരു ഹദീസിൽ കാണാൻ കഴിയില്ല, അങ്ങനെ ഒരു സംഭവം തന്നെ ഇല്ല എന്നൊക്കെ അവർ വിമർശിക്കുന്നതും പറയുന്നതും നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ഇതിന്റെ വസ്തുത എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നൂറാണ് അള്ളാഹു ആദ്യമായി സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന് ഹദീസ് ഗ്രന്ഥങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. ബഹുമാനപ്പെട്ട സ്വഹാബി പ്രമുഖൻ ജാബിർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു, യാ റസൂലല്ലാഹ് ബി അബി അൻത വ ഉമ്മി അഖ്ബിർനി അൻ അവ്വലി ശൈഇൻ ഖലഖഹു അല്ലാഹു തആല ഖബ്ല അൽ അശ്യാ. നബിയേ, ലോകത്ത് അല്ലാഹു സൃഷ്ടിക്കുന്ന എല്ലാ വസ്തുക്കളെക്കാളും ആദ്യമായി വസ്തുക്കളെ പടക്കുന്നതിന് മുമ്പായി അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ച ആദ്യ സൃഷ്ടി ഏതാണ് നബിയെ? ഞാൻ അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു. ആ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറുപടി പറഞ്ഞത് എന്താണ്? ഇന്നല്ലാഹ തആല ഖദ് ഖലഖ ഖബ്ല അൽ അശ്യാഇ നൂറ നബിയിക യാ ജാബിർ ഖാല റസൂലുള്ളാഹി. നോക്കൂ നിങ്ങൾ, അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുന്നത് എന്താണ്? ഓ ജാബിറെ, മറ്റു വസ്തുക്കളെയൊക്കെ സൃഷ്ടിക്കുന്നതിന് മുമ്പായി അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ചിട്ടുള്ളത് നിന്റെ പ്രവാചകനാകുന്ന എന്റെ നൂറിനെയാകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്ന ഹദീസ് ഹാഫിദ് അബ്ദുർ റസാഖ് തങ്ങൾ രേഖപ്പെടുത്തുന്നു. മുസന്നഫ് അബ്ദുർ റസാഖിലാണ് ഈ ഹദീസ് രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത്. മുസന്നഫ് അബ്ദുർ റസാഖിൽ നിന്ന് ഈ ഹദീസ് വളരെ ഹദീസ് പണ്ഡിതന്മാര് രേഖപ്പെടുത്തി വെച്ചത് കാണാൻ കഴിയും. ഇമാം ബൈഹഖി, അതുപോലെ ഇമാം ഖസ്വലാനി, ഇമാം ഇബ്നു ഹജർ, അല്ലാമ അൽ ഫാസി, അല്ലാമ സുർഖാനി, അതുപോലെ ഇമാം നിസാമുദ്ദീൻ നൈസാബൂരി, ഇമാം ഹാഫിദ് ഇബ്നുൽ ജൗസി, ബഹുമാനപ്പെട്ട അല്ലാമ അബ്ദുൽ കരീം അൽ ജീലി, അല്ലാമ ഇബ്നുൽ ഹാജ് തുടങ്ങിയ ഒട്ടനേകം പണ്ഡിതന്മാർ ഹാഫിദ് അബ്ദുർ റസാഖിൽ നിന്ന് ഈ ഹദീസ് രേഖപ്പെടുത്തി വെച്ചത് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് ഇങ്ങനെ ഒരു ഹദീസ് ഇല്ല എന്ന് പറയുന്നത് ഹദീസ് വിജ്ഞാനത്തെക്കുറിച്ചും ഹദീസിനെ കുറിച്ചുള്ള വിവരമില്ലായ്മയാണ് എന്നേ നമുക്ക് അതേക്കുറിച്ച് പറയാൻ. അള്ളാഹുവിന്റെ റസൂല് തന്നെ പഠിപ്പിക്കുന്ന ഹദീസ്, ആദ്യമായി അള്ളാഹു പടച്ചിട്ടുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നൂറാകുന്നു എന്ന് പഠിപ്പിക്കുന്ന ഹദീസ്, അള്ളാഹുവിന്റെ റസൂല് തന്നെ പഠിപ്പിച്ച ഹദീസ് ഒട്ടനേകം ഹദീസ് പണ്ഡിതന്മാര് രേഖപ്പെടുത്തി വെച്ചത് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ഇത് പറയുമ്പോൾ നമ്മുടെ രാജ്യത്തുള്ള വിദഗ്ധകൾ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ന്യായം എന്താണെന്നറിയും? അവർ പറയും, മുസന്നഫ് അബ്ദുർ റസാഖിൽ ഇങ്ങനെ ഉണ്ടെങ്കിൽ
ആ മുസന്നഫ് അബ്ദുർ റസാഖിൽ എത്രാം പേജിലാണ് ഇത് പറഞ്ഞിട്ടുള്ളത്? ഇന്ന് നമ്മൾ നാട്ടിൽ കാണുന്ന മുസന്നഫ് അബ്ദുർ റസാഖിൽ അതെവിടെയാണ് ഉള്ളത്? എത്രാം പേജിലാണ്? നമ്മളത് കാണുന്നില്ലല്ലോ എന്നൊക്കെ ചോദിച്ച് വെല്ലുവിളിക്കും. സഹോദരന്മാരെ, ഇന്ന് കാണുന്ന മുസന്നഫ് അബ്ദുർ റസാഖ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിന്റെ ചില കോപ്പികളിൽ അത് കാണുന്നില്ല എന്നതുകൊണ്ട് ഇങ്ങനെ ഒരു ഹദീസ് ഇല്ല എന്ന് പറയാൻ പറ്റില്ല. എന്തുകൊണ്ട്? മുസന്നഫ് അബ്ദുർ റസാഖ് എന്ന് പറയുന്ന ഗ്രന്ഥം പ്രസിദ്ധീകരിക്കാൻ വേണ്ടി മുന്നോട്ട് വന്നിട്ടുള്ള തയ്യാറായിട്ടുള്ള വ്യക്തി ഹബീബുർ റഹ്മാൻ അൽ അഅ്ലമി എന്ന് പറയുന്ന വ്യക്തിയാണ്. ഇത് നിലവിൽ ഉള്ള ഞാൻ കണ്ട ഒരുപാട് മുസന്നഫ് അബ്ദുർ റസാഖിനെ നുസ്ഖ പരിശോധിച്ചു. ഹബീബുർ റഹ്മാൻ അൽ അഅ്ലമി എന്ന് പറയുന്ന വ്യക്തിയാണ് അത് പ്രസിദ്ധീകരിക്കാൻ മുന്നോട്ട് വന്നിട്ടുള്ളത്. അദ്ദേഹം അതിന്റെ ആമുഖത്തിൽ മുസന്നഫ് അബ്ദുർ റസാഖിന്റെ ഹദീസുകളും ബാബുകളും അധ്യായങ്ങളും തുടങ്ങുന്നതിന്റെ മുമ്പായിട്ട് തന്നെ പേജ് 3-ൽ തംബീഹുൻ എന്ന് പറഞ്ഞ് പ്രത്യേകമായി ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് ഒരു കാര്യം പറയുന്നു. അദ്ദേഹം പറയുന്നു, തംബീഹുൻ ഇന്ന നുസഖല്ലത്തി അസർന അലൈഹ അവില്ലത്തി അഹ്റസ്നാഹ മുസവ്വറത്തൻ ഔ മഖ്തൂതത്തൻ വഅതമദനാ ഫീ ഇഅദാദി ഹാദ ദീവാനിൽ ജലീൽ. അദ്ദേഹം പറയുന്നു, കുല്ലുഹാ നാഖിസത്തുൻ. ഈ മുസന്നഫ് അബ്ദുർ റസാഖ് പ്രസിദ്ധീകരിക്കാൻ വേണ്ടി ഞാൻ ഒരുപാട് കോപ്പികൾ, കയ്യെഴുത്ത് കോപ്പികളും അല്ലാത്ത കോപ്പികളും ഒക്കെ ഞാൻ ഒരുപാട് പരതുകയും ആ കോപ്പികൾ നോക്കുകയും ചെയ്തു. പക്ഷെ എല്ലാ കോപ്പികളും അപൂർണമാണ്. മുഴുവൻ ഹദീസുകളും മുസന്നഫ് അബ്ദുർ റസാഖിലുള്ള എല്ലാ ഹദീസുകളും കൂടി ക്രോഡീകരിച്ചു വെച്ചിട്ടുള്ള ഒരു കോപ്പിയും എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതിൽ കിട്ടിയത് കുറെയൊക്കെ സമ്പൂർണമാണെന്ന് തോന്നിയ ഒരു കോപ്പി എനിക്ക് കിട്ടി. പക്ഷേ فإنها كاملة إلا نقصا بسيطا في أولها وفي فاتحة المجلد الخامس. അദ്ദേഹം പറയുന്നു, ഒരു കോപ്പി എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞാൽ ആ ഒരു കോപ്പിയിൽ തന്നെ അതിന്റെ 5-ാം വാള്യത്തിന്റെ ആമുഖത്തിലും അതുപോലെ അതിന്റെ 1-ാമത്തെ വാള്യത്തിലുമൊക്കെ ഒരുപാട് അപൂർണത സംഭവിച്ചിട്ടുണ്ട്. അതും സമ്പൂർണമായിട്ടില്ല. അങ്ങനെയുള്ള ഒരു കോപ്പി ആധാരമാക്കിയാണ് ഞാൻ ഈ മുസന്നഫ് ഇപ്പോൾ പ്രിന്റ് ചെയ്യാൻ മുന്നോട്ട് വരുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞതിന് ശേഷം വായനക്കാരോടും ഈ ഗ്രന്ഥം പരതുന്നവരോടും അദ്ദേഹം ഒരു അപേക്ഷയും കൂടി സമർപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, അതുകൊണ്ട് തന്നെ ഈ കിതാബിൽ ഒരുപാട് പേജുകൾ ഞാൻ നീക്കിവെക്കുകയാണ്. ഏതെങ്കിലും പരിശോധകന്മാരോ റിസർച്ച് ചെയ്യുന്ന ആളുകളോ മുസന്നഫ് അബ്ദുർ റസാഖിൽ നിന്ന് ലഭ്യമല്ലാത്ത ഹദീസുകൾ ഏതെങ്കിലും പതിപ്പുകളിൽ നിന്ന് കണ്ടുകിട്ടിയാൽ നിങ്ങൾ അവിടെ ചേർത്തു കൊടുക്കണമേ, അതിനുവേണ്ടി ഞാൻ അത്രയും സ്ഥലം നീക്കി വെക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുകയാണ്, നത്രുക്കു ഹാദിഹിൽ വറഖത ഫാരിഗതൻ ആമിലീന മിന സാദത്തിൽ ഉലമാഇൽ ബാഹിസീന വദബിൽ ഖുബ്റതി ബിൽ മഖ്തൂതാതി അൻ യുസാരിദൂന അലാ സദ്ദി ഹാദൽ ഫറാഗ് വല്ലാഹുൽ മുവഫിഖ്. ഈ വിടവ് നിങ്ങൾ നികത്താനുള്ള സാഹചര്യത്തിനായി ഞാൻ ഇത്രയും പേജുകൾ നീക്കി വെക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഈ ഗ്രന്ഥം പ്രസിദ്ധീകരിക്കുന്നത്. അപ്പൊ അപൂർണമാണെന്ന് പ്രസിദ്ധീകരിക്കാൻ വേണ്ടി മുന്നോട്ട് വന്നവർ തന്നെ നേരിട്ട് പറയുമ്പോൾ നമ്മുടെ കയ്യിലുള്ള നുസ്ഖകളിൽ പതിപ്പുകളിൽ കണ്ടില്ല എന്നതുകൊണ്ട് ഇങ്ങനെ ഒരു ഹദീസ് തന്നെ ഇല്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ ഡസൻ കണക്കിന് പണ്ഡിതന്മാർ അള്ളാഹുവിന്റെ റസൂലിന്റെ നൂറാണ് അള്ളാഹു ആദ്യമായി സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന് കുറിക്കുന്ന ഈ ഹദീസ് വ്യക്തമായി രേഖപ്പെടുത്തി വെച്ച സാഹചര്യത്തിൽ പിന്നെ ഇങ്ങനെ ഒരു ഹദീസ് ഇല്ല എന്ന് പറയുന്നതിൽ ഒരർത്ഥവുമില്ല. പൂർവിക പണ്ഡിതന്മാരൊക്കെ അത് കാണുകയും ഉൾക്കൊള്ളുകയും ചെയ്തുകൊണ്ടാണ് അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത്. നമ്മൾ കണ്ടില്ല എന്നതുകൊണ്ട് അങ്ങനെ ഒരു ഹദീസ് ഇല്ല എന്ന് പറയാൻ കഴിയുകയുമില്ല. എന്നാൽ സഹോദരന്മാരെ, ഈയിടെയായി ദുബൈ ഇസ്ലാമിക മതകാര്യ വകുപ്പിന്റെ മുൻ ഡയറക്ടർ ഷെയ്ഖ് സഈദ് ഈസ ബിൻ അബ്ദില്ല എന്ന് പറയുന്ന വ്യക്തിയുടെ വ്യക്തിത്വമാണ്, വലിയ പണ്ഡിതനാണ്.
ദുബായ് ഇസ്ലാമിക് മതകാര്യ വകുപ്പിന്റെ ഡയറക്ടറാണ്. മഹാനവറുകൾ നമ്മുടെ നാട്ടിൽ ഇന്ന് കാണുന്ന മുസന്നഫിന്റെ പതിപ്പുകളിൽ ഇല്ലാത്ത അത്തരം ഹദീസുകൾ കണ്ടുപിടിച്ച് അവ പ്രസിദ്ധം ചെയ്തിരിക്കുന്നു. നോക്കൂ നിങ്ങൾ, ഈ ഗ്രന്ഥം അതാണ് അൽ ജുസ്ഉൽ മഫ്ഖൂദു മിനൽ ജുസ്ഇൽ അവ്വലി മിനൽ മുസന്നഫ്. ബഹുമാനപ്പെട്ട ഇമാം അബ്ദുർ റസാഖ് സൻആനി റളിയല്ലാഹു അൻഹു ഹിജറ 211 വഫാത്തായ ഹാഫിദ് അബ്ദുർ റസാഖിന്റെ മുസന്നഫ്, ആ മുസന്നഫ് ഒന്നാം ജുസ്ഇൽ നിന്നും നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ഭാഗങ്ങൾ ഷെയ്ഖ് ഡോക്ടർ ഈസ ബിൻ അബ്ദില്ല അദ്ദേഹത്തിന്റെ കഠിന പരിശ്രമം കൊണ്ട് കണ്ടെത്തിക്കുകയും അങ്ങനെ ലബനാനിലെ ബൈറൂത്തിൽ നിന്ന് പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുള്ള ഒരു ഗ്രന്ഥമാണിത്. ഇതിന്റെ 63-ാമത്തെ പേജിൽ ഉദ്ധരിക്കപ്പെടുന്ന ഹദീസിൽ കാണാം അബ്ദുർ റസാഖ് അൻ മഅ്മരിൻ അൻ ഇബ്നുൽ മുൻകദിർ അൻ ജാബിർ റളിയല്ലാഹു അൻഹു. അബ്ദുർ റസാഖ് എന്നവർ മഅ്മറിൽ നിന്നും മഅ്മർ ഇബ്നുൽ മുൻകദിറിൽ നിന്നും അദ്ദേഹം ജാബിർ റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഉദ്ധരിക്കുന്നു. അന്നഹു ഖാൽ, ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നു, സഅൽതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അൻ അവ്വലി ഷൈഇൻ ഖലഖഹുല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ച ആദ്യ വസ്തു എന്താണെന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് ഞാൻ ചോദിച്ചു. ഫഖാല, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറുപടി പറഞ്ഞു, ഹുവ നൂറു നബിയിക യാ ജാബിർ, ഹുവ നൂറു നബിയിക യാ ജാബിർ ഖലഖഹുല്ലാഹ്. ജാബിറെ, നിന്റെ പ്രവാചകന്റെ നൂറിനെയാണ് അല്ലാഹു ആദ്യമായി സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന് പ്രവാചകർ മറുപടി പറഞ്ഞു എന്ന ഹദീസ് ഹാഫിദ് അബ്ദുർ റസാഖ് തന്റെ മുസന്നഫിൽ തന്നെ രേഖപ്പെടുത്തി വെച്ച ഹദീസ് ഇതാ മുസന്നഫിന്റെ ഭാഗമായി പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഈ ഗ്രന്ഥത്തിൽ നമുക്ക് കണ്ടെത്താൻ കഴിയുന്നു. അതുകൊണ്ട് മുസന്നഫിൽ ആ ഹദീസ് ഇല്ല എന്നും അതിനാൽ മങ്കൂസ് മൗലിദിൽ പറയുന്ന ആ പരാമർശം കെട്ടുകഥയാണെന്നും പറയുന്നവരുടെ ചങ്കിന് തറക്കുന്ന അവരുടെ കുപ്രചരണങ്ങൾ കുഴിച്ചു മൂടുന്ന രൂപത്തിലാണ് ഈ ഗ്രന്ഥം ഇവിടെ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുള്ളത്. നിലവിലുള്ള മുസന്നഫ് പ്രസിദ്ധീകരിക്കാൻ മുന്നോട്ട് വന്നിട്ടുള്ള ഹബീബുർ റഹ്മാനുൽ അഅ്ലമി അദ്ദേഹം പരസ്യമായി സമ്മതിക്കുകയും രേഖപ്പെടുത്തി വെക്കുകയും ചെയ്ത ആ അറിയിപ്പ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തി. പല ലൈബ്രറികൾ ഇനിയും പരതിയാൽ അതിന്റെ ബാക്കി കിട്ടാൻ സാധ്യതയുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞതനുസരിച്ചാണ് ഡോക്ടർ ഈസ ബിൻ അബ്ദില്ല ഷെയ്ഖ് ഈസ ഈ പ്രയാണം നടത്തുകയും അങ്ങനെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള വിവിധങ്ങളായ ലൈബ്രറികൾ പരതുകയും ഹദീസ് ഗ്രന്ഥങ്ങളുടെ കയ്യെഴുത്തു പ്രതികളും കോപ്പികളുമൊക്കെ സശ്രദ്ധം നിരീക്ഷിക്കുകയും പഠിക്കുകയും ചെയ്തുകൊണ്ടാണ് അദ്ദേഹം ഈ ഗ്രന്ഥം പ്രസിദ്ധം ചെയ്തിട്ടുള്ളത്. ഈ ഹദീസ് ഗ്രന്ഥം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതപ്പെട്ടതാണ് എന്ന് കുറിക്കുന്ന നിരവധി രേഖകൾ ഷെയ്ഖ് ഈസ ഇതിന്റെ ആമുഖത്തിൽ കൊണ്ടുവന്നത് നമുക്ക് കാണാൻ കഴിയും. ആ കാലഘട്ടത്തിലുള്ള അറബി ലിപിയുടെ ശൈലിയും അതുപോലെ തന്നെ അന്ന് എഴുതി വെച്ചതാണെന്ന് കുറിക്കുന്ന രേഖകളും എല്ലാം ഈ ഗ്രന്ഥത്തിന്റെ ആമുഖത്തിൽ ഷെയ്ഖ് ഈസ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ നൂറിനെയാണ് ആദ്യം സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് പറയുന്ന ഹദീസ് വ്യാജമാണെന്നും അത് കെട്ടുകഥയാണെന്നും ഒക്കെ പറയുന്നവർക്ക് വായടപ്പൻ മറുപടിയാണ് ബഹുമാനപ്പെട്ട ഈ ഹദീസ് ഗ്രന്ഥം നമ്മെ സാക്ഷ്യപ്പെടുത്തുന്നത്. യാഥാർത്ഥ്യങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നാൽ മങ്കൂസ് മൗലിദിൽ പറഞ്ഞിട്ടുള്ള ഓരോ വിഷയത്തിന്റെയും നിജസ്ഥിതി ഇതാണെന്ന് നമുക്ക് ബോധ്യപ്പെടും. സഹോദരന്മാരെ, മങ്കൂസ് മൗലിദിൽ പറയുന്ന മറ്റൊരു കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നൂറാണ് അള്ളാഹു ആദ്യമായി പടച്ചിട്ടുള്ളത്
എന്നതിനു ശേഷം മങ്കൂസ് മൗലിദിലും മറ്റു മൗലിദിലും ഒക്കെ പറയുന്ന ഒരു കാര്യമാണ്. എന്താണ്? വറുവിയ അനി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖാല കുന്തു നൂറൻ ബൈന യദൈല്ലാഹി അസ്സ വജല്ല ഖബ്ല അൻ യഖ്ലുഖ ആദമ ബിഅൽഫ യാം യുസബ്ബിഹു അല്ലാഹ ദാലിക അൻ-നൂറു വതുസബ്ബിഹു അൽ-മലായികതു ബിതസ്ബീഹിഹി. എന്താണ് പറഞ്ഞത്? അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യമായി സൃഷ്ടിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നൂറിനെയാണ്. ആ നൂറ് അള്ളാഹുവിന് മുമ്പിൽ അള്ളാഹുവിന് വേണ്ടി തസ്ബീഹ് ചൊല്ലിയിരുന്നു. എപ്പോ? ഖബ്ല അൻ യഖ്ലുഖ ആദമ ബിഅൽഫ ആം. ആദം നബിയെ സൃഷ്ടിക്കുന്നതിന്റെ 2000 വർഷം മുമ്പ് ആ നൂറ് തസ്ബീഹ് ചൊല്ലിയിരുന്നു. യുസബ്ബിഹു അല്ലാഹ ദാലിക അൻ-നൂറു വതുസബ്ബിഹു അൽ-മലായികതു ബിതസ്ബീഹിഹി. മുഹമ്മദിയ നൂറ് തസ്ബീഹ് ചൊല്ലുന്നത് കേട്ടുകൊണ്ട് മറ്റു മലക്കുകളും അവിടെ വെച്ച് തസ്ബീഹ് ചൊല്ലിയിരുന്നു എന്ന ഒരു പരാമർശം മൗലിദുകളിൽ, മങ്കൂസ് മൗലിദിൽ നമുക്ക് കാണാൻ കഴിയും. ഇവിടെ ചില ആളുകൾക്ക് സംശയം. എന്താണത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നൂറ് ഇപ്രകാരം തസ്ബീഹ് ചൊല്ലിയിരുന്നു എന്ന് പറഞ്ഞാൽ പോരല്ലോ. അതിനുള്ള പ്രാമാണികത എന്താണ്? അങ്ങനെ ഹദീസ് ഗ്രന്ഥങ്ങളിലോ മറ്റോ ഉണ്ടോ? തീർച്ചയായും ഉണ്ട്. പ്രമാണമെടുത്ത് പരതിയാൽ നമുക്കത് ബോധ്യപ്പെടും. ഹദീസ് ഗ്രന്ഥങ്ങളെടുത്ത് പരതിയാൽ നമുക്ക് ഈ വസ്തുത വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന ഹദീസിൽ കാണാം, അദ്ദേഹം പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ നൂറിനെ കുറിച്ചുള്ള ചർച്ചയിൽ അദ്ദേഹം പറയുന്നു, ഇബ്നു അബ്ബാസിൻ ഖാല ഇന്ന ഖുറൈശൻ കാനത്ത് നൂറൻ ബൈന യദൈല്ലാഹി അസ്സ വജല്ല ഖബ്ല അൻ യഖ്ലുഖ ആദമ ബിഅൽഫ ആം യുസബ്ബിഹു ദാലിക അൻ-നൂറു വതുസബ്ബിഹു അൽ-മലായികതു ബിതസ്ബീഹിഹി ഫലമ്മാ ഖലഖ അല്ലാഹു തആല ആദമ ജഅല ദാലിക അൻ-നൂറ ഫീ സുൽബി. മങ്കൂസ് മൗലിദിൽ പറഞ്ഞ അതേ ഹദീസിന്റെ ആശയം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബി പ്രമുഖരിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്നത് നമുക്ക് കാണാൻ കഴിയും. ഈ ഹദീസ് ഹാഫിദ് ഇബ്നു ഹജർ അൽ-അസ്ഖലാനി റഹിമഹുല്ലാഹ് തന്റെ അൽ മതാലിബുൽ ആലിയ എന്ന് പറയുന്ന ഗ്രന്ഥത്തിന്റെ 4ാമത്തെ വാല്യം 177ാമത്തെ പേജിൽ രേഖപ്പെടുത്തി വെച്ചത് കാണാൻ കഴിയും. അതുപോലെ തന്നെ ഹാഫിദ് ജലാലുദ്ദീൻ സുയൂത്തി റഹിമഹുല്ലാഹ് തന്റെ അൽ ഖസായിസുൽ കുബ്ര എന്ന ഗ്രന്ഥത്തിലും ഇത് രേഖപ്പെടുത്തി വെച്ചത് കാണാൻ കഴിയും. എന്താണ് പറഞ്ഞത്? അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബിയെ സൃഷ്ടിക്കുന്നതിന്റെ 2000 വർഷം മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നൂറ് അവിടെ തസ്ബീഹ് ചൊല്ലിയിരുന്നു. അപ്പൊ മങ്കൂസ് മൗലിദിൽ പറഞ്ഞ ഈ സംഭവം ഒരു കെട്ടുകഥയല്ല, അത് ഹദീസുകളിൽ വന്നിട്ടുള്ള ഒരു യാഥാർത്ഥ്യമാണ്. മാത്രമല്ല ഹാഫിദ് ഇബ്നു അബി ഉമർ അൽ അദലി തന്റെ മുസ്നദിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഇത് ഉദ്ധരിക്കുന്നുണ്ട്. ഇമാം ഹാഫിദ് ജലാലുദ്ദീൻ സുയൂത്തി റഹിമഹുല്ലാഹ് തന്റെ ഖസായിസുൽ കുബ്രയിൽ, ഇമാം ഇയാദ് തന്റെ അശ്ശിഫാ ബിത്തഅരീഫി ഹുഖൂഖുൽ മുസ്തഫ എന്ന ഗ്രന്ഥത്തിലും ഇത് രേഖപ്പെടുത്തി വെച്ചത് കാണാൻ കഴിയും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നൂറ് തസ്ബീഹ് ചൊല്ലിയിരുന്നു എന്ന് മങ്കൂസ് മൗലിദിൽ പറയുന്നതിൽ യാതൊരു പന്തികേടുമില്ല. എന്നാൽ ഇവിടെ സ്വാഭാവികമായ ഒരു സംശയം എന്താണത്? ഈ പറയുന്ന സംഭവം കെട്ടുകഥയാണെന്ന് പറയാനുള്ള ന്യായം വിദഗ്ധകൾ പറയാറുണ്ട്. മങ്കൂസ് മൗലിദിൽ പറയുന്നത് ആദം നബിയെ സൃഷ്ടിക്കുന്നതിന്റെ 2000 വർഷം മുമ്പ് തസ്ബീഹ് ചൊല്ലിയിരുന്നു എന്നാണ്. മറ്റു ചില മൗലിദുകളിൽ പറയുന്നത് 70,000 എന്നാണ്. മറ്റു ചിലതിൽ 1,00,000 എന്നാണ്. പലതിലും പല രൂപത്തിലുമുണ്ട്, വിശദീകരിക്കുന്നില്ല. മഹമൂദ് മാല എന്ന് പറയുന്ന മാലയിൽ പറയുന്നത് നല്ല നബിയാദം തമ്മേ പടക്കും മുൻ 100,000 മുമ്പിൽ പടച്ചോവർ. അങ്ങനെയാണ്. അതായത് 100,000 1,00,000 വർഷം മുമ്പാണ് റസൂലിന്റെ നൂറിനെ പടച്ചിട്ടുള്ളതും റസൂൽ തസ്ബീഹ് ചൊല്ലിയിരുന്നതും എന്നൊക്കെയാണ് മഹമൂദ് മാലയിൽ പറയുന്നത്. മറ്റു ചില മൗലിദിൽ പറയുന്നത് 70,000 വർഷം മുമ്പ് എന്നാണ്. ഇത് തമ്മിൽ വൈരുദ്ധ്യമല്ലേ എന്നാണ് വലിയ ഒരു ചോദ്യമായി ഇത്തരം ആളുകൾ ഉന്നയിക്കാറുള്ളത്.
സഹോദരന്മാരെ, ഇതിൽ പ്രാമാണികമായി യാതൊരു തകരാറുമില്ല. എന്തുകൊണ്ട്? 2000 വർഷം എന്ന് പറയുന്നതും അല്ലെങ്കിൽ 70,000 വർഷം എന്ന് പറയുന്നതും ഒക്കെ പണ്ഡിതന്മാർ തന്നെ ഇതേക്കുറിച്ച് മറുപടി പറഞ്ഞത് കാണാൻ കഴിയും. അതിന്റെ ഒക്കെ ഉദ്ദേശ്യം അവർ തന്നെ പറയുന്നു, കൃത്യമായ കണക്ക് ഉദ്ദേശിച്ചുകൊണ്ട് പറഞ്ഞതല്ല. പിന്നെയോ ഒരുപാട് സമയം, ഒരുപാട് കാലം എന്ന ഉദ്ദേശ്യമേ ഇതിനുള്ളൂ. പണ്ഡിതന്മാർ ഇത് വ്യാഖ്യാനിച്ചു പറഞ്ഞിട്ടുണ്ട്. എന്താണ് അതിന് കാരണം? ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിക്കുന്നതിന് മുമ്പുള്ള സംഭവമാണ്. ആകാശങ്ങളും ഭൂമിയും സൂര്യനും നക്ഷത്രങ്ങളും ഈ സൗരയൂഥവും ഈ സഞ്ചാരവും എല്ലാം കൂടി അതിന്റെ ക്രമബദ്ധമായി നടക്കുമ്പോഴാണല്ലോ രാത്രിയും പകലുമൊക്കെ ഉണ്ടാകുന്നത്. അങ്ങനെയാണ് ദിവസവും മാസവും വർഷവും ഒക്കെ ഉണ്ടാകുന്നത്. അതൊക്കെ സൃഷ്ടിക്കുന്നതിന് മുമ്പുള്ള സംഭവമാണ് ഹദീസുകളിൽ പറയുന്നത്. അപ്പൊ അന്ന് 2000 എന്നോ 10,000 എന്നോ വർഷം കൃത്യമായി പറയാവുന്ന സംവിധാനമല്ല അന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞതിന്റെയൊക്കെ ഉദ്ദേശ്യം ദീർഘകാലം എന്നേ ഉള്ളൂ. അതല്ലാതെ കൃത്യമായി 2000 വർഷമാണ് എന്ന ഉദ്ദേശ്യത്തിനല്ലേ അല്ല എന്ന് പണ്ഡിതന്മാരിൽ നല്ലൊരു വിഭാഗം ഇതിന് മറുപടി പറയുന്നതായി അല്ലെങ്കിൽ ഇതിന് വിശകലനം നടത്തുന്നതായി നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ പ്രാമാണികമായി അത് വൈരുദ്ധ്യമല്ല, അതിന് ഒരു തകരാറും അതിലില്ല. നോക്കൂ, നിങ്ങൾ ഖിയാമത്ത് നാളിനെ കുറിച്ച് പരിശുദ്ധ ഖുർആനിൽ പഠിപ്പിക്കുന്നത് നമുക്ക് കാണാം. തഅറുജുൽ മലായികതു വറൂഹു ഇലൈഹി ഫീ യൗമിൻ കാന മിഖ്ദാറുഹു 50,000 സന. ഖുർആൻ പറയുന്നത് എന്താണ്? ഒരു ദിവസം. ആ ദിവസത്തെ ഖുർആൻ വിശദീകരിക്കുന്നു. കാന ഫീ യൗമിൻ കാന മിഖ്ദാറുഹു 50,000 സന. 50,000 വർഷമാണത്രേ ഒരു ദിവസത്തിന്റെ ദൈർഘ്യവും അതിന്റെ കണക്കുമെന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. സൂറത്തുൽ മആരിജിലെ 4-ാമത്തെ വചനത്തിൽ നമുക്കിത് കാണാൻ കഴിയും. എന്നാൽ ഇതേ ഖുർആനിൽ തന്നെ പറയുന്നു, വഇന്ന യൗമൻ ഇൻദ റബ്ബിക കഅൽഫി സനത്തിൻ മിമ്മാ തഉദ്ദൂൻ. അല്ലാഹുവിന്റെ അരികിലുള്ള ഒരു ദിവസം എന്ന് പറഞ്ഞാൽ കഅൽഫി സനത്തിൻ മിമ്മാ തഉദ്ദൂൻ, നിങ്ങൾ എണ്ണുന്ന 1000 വർഷങ്ങളെ പോലെയാകുന്നു. നോക്കൂ നിങ്ങൾ, ഇത് ഖുർആനിലെ സൂറത്തുൽ ഹജ്ജിലെ 47-ാമത്തെ വചനമാണ്. ഇത് രണ്ടും ഖുർആനിലാണ് അല്ലാഹു തആല പറയുന്നത്. അപ്പൊ എന്താണ് ഈ പറഞ്ഞതിന്റെ വിവക്ഷ? ഒരായത്തിൽ പറയുന്നു 50,000 ആണ്, വേറൊരായത്തിൽ പറയുന്നു 1000 ആണ്. ഖുർആൻ തമ്മിൽ വൈരുദ്ധ്യമാണെന്ന് പറയാൻ പറ്റുമോ? പറ്റൂല. പിന്നെന്താ? അത് രണ്ടിനും അതിൻ്റെതായ വ്യാഖ്യാനമുണ്ട് എന്നതുപോലെ തന്നെയാണ് ഹദീസുകളിൽ വന്നിട്ടുള്ള ഈ പ്രയോഗങ്ങളുടെയും അവസ്ഥ. അതുകൊണ്ട് ഹദീസുകളിലുള്ള പ്രയോഗങ്ങളാണ് മൗലിദുകളിൽ വന്നിട്ടുള്ളത്. അവ തമ്മിൽ വൈരുദ്ധ്യമില്ല. പണ്ഡിതന്മാരിൽ നല്ലൊരു വിഭാഗം പറയുന്ന മറുപടിയും വിശകലനവും അതുകൊണ്ട് ലക്ഷ്യമാക്കുന്നത് ദീർഘകാലം എന്നേ ഉള്ളൂ. നമ്മൾ സാധാരണ പറയാറില്ലേ, ആ സമ്മേളനത്തിൽ എത്ര ആള് പങ്കെടുത്തു? ഒരു 5 ലക്ഷം ആള് പങ്കെടുത്തിട്ടുണ്ട് അല്ലെ? നമ്മൾ പറയും. എന്താ അതിന്റെ അർത്ഥം? കൃത്യം 5 ലക്ഷമാണ്. അതിൽ ഒരാൾ കുറവുമില്ല, ഒരാൾ കൂടുതലുമില്ല എന്നാണോ? അങ്ങനെയല്ല. അതിന് സാധാരണഗതിയിൽ പറയുന്ന ഒരു പ്രയോഗമാണ്. അതിൽ കുറെ ആളുകൾ സംബന്ധിച്ചു എന്ന ഈ ഉദ്ദേശ്യം കിട്ടുന്നതിന് വേണ്ടി പറയുന്ന ഒരു പദപ്രയോഗമാണത്. അതുകൊണ്ട് തന്നെ അത് പറഞ്ഞുകൊണ്ട് മങ്കൂസ് മൗലിദ് തെറ്റാണെന്നോ പ്രമാണ വിരുദ്ധമാണെന്നോ സ്ഥാപിക്കാൻ ആർക്കും കഴിയില്ല. സഹോദരന്മാരെ, മങ്കൂസ് മൗലിദിലുള്ള മറ്റൊരു പ്രയോഗം നമ്മൾ ആ പറഞ്ഞ ആ വരിയുടെ തൊട്ടു താഴെയായി കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നൂറിനെ അള്ളാഹു ആദ്യമായി സൃഷ്ടിച്ചു എന്ന് മാത്രമല്ല, ആ നൂറ് തസ്ബീഹ് ചൊല്ലി എന്ന് മാത്രമല്ല, മങ്കൂസ് മൗലിദിൽ തന്നെ പറയുന്നത് കാണാം. ഫലമ്മാ ഖലഖല്ലാഹു തആല ആദമ അലൈഹിസ്സലാം അൽഖാ ദാലിക النور في طينته فهبطني الله في صلب آدم إلى الأرض وجعلني في السفينة في صلب نوح وجعلني في صلب الخليل إبراهيم عليه السلام حين قذف به في النار ولم يزل ينقلني ربي من الأسلاب الكريمة الفاخرة إلى الأرحام الزكية الطاهرة حتى أخرجني الله من بين أبوي ولم يلتقيا على صفاح قط. എന്താണ് അതിൽ പറയുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല
ആദ്യമായി പടച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നൂറിനെയാണ്. എന്നിട്ട് ആദം നബിയെ സൃഷ്ടിച്ചപ്പോൾ ആ നൂറിനെ ആദം നബിയിൽ നിക്ഷേപിച്ചു. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബിയെ ആ സ്വർഗ്ഗലോകത്തിൽ നിന്ന് ഭൂമിയിലേക്ക് പറഞ്ഞയച്ചപ്പോൾ ആദം നബിയിലൂടെ അള്ളാഹുവിന്റെ റസൂലിന്റെ നൂറ് ആദം നബിയിൽ നിക്ഷിപ്തമായിരുന്നു. അങ്ങനെ അത് പിന്നീട് ആദം നബിയിൽ നിന്ന് വന്ന് നൂഹ് നബിയിലൂടെ, ഇബ്രാഹിം നബിയിലൂടെ, അങ്ങനെ പ്രവാചകന്മാരുടെ മുതുകിലൂടെ റസൂലുള്ളാഹിന്റെ നൂറ് കടന്നു വരികയാണ്. മങ്കൂസ് ബോർഡിൽ നമുക്ക് കാണാൻ കഴിയും, പ്രവാചകന്മാരുടെയും നല്ലവരിലൂടെയും ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നൂറ് കടന്നു വരുന്നു. എന്നിട്ട് റസൂലുള്ളാഹിന്റെ മാതാപിതാക്കളിലേക്ക് ആ നൂറ് എത്തുകയാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ മാതാവ് ആമിന ബീവിയും പിതാവ് അബ്ദുള്ളയിലൂടെയുമായി ആ നൂറ് കടന്നു വരുന്നു. അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭൂമി ലോകത്തേക്ക് ജനിക്കുന്നത് എന്ന് മങ്കൂസ് മൗലിദിൽ കാണാം. ഇത് നമ്മുടെ രാജ്യത്തുള്ള ചില ആളുകൾ വളരെ വലിയ ഒരു വിവാദമാക്കി മാറ്റാൻ ശ്രമിക്കുകയാണ്. കാരണം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നൂറ് ആദ്യം സൃഷ്ടിച്ചു എന്നത് തന്നെ അവർ അംഗീകരിക്കുന്നില്ല. പ്രവാചകന്മാരിലൂടെ, സച്ചരിതരിലൂടെ, നല്ലവരിലൂടെ, വിശുദ്ധന്മാരിലൂടെ അതിങ്ങനെ കടന്നു വരുന്നു എന്ന് പറയുന്ന ഈ പ്രയോഗം അത് അസംബന്ധമാണ്, പ്രമാണവിരുദ്ധമാണ് എന്നൊക്കെ ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുന്നത്, അത് പ്രാമാണികമായി വിശകലനം ചെയ്യുമ്പോൾ യാതൊരു അബദ്ധവും അതിലില്ല എന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയും. മങ്കൂസ് മൗലിദിൽ നമ്മൾ പറയുന്ന ഈ വചനം, അതുപോലെ ഷറഫുൽ മൗലിദിലും പല മൗലിദിലുമുണ്ട്. ഇത് ഹദീസ് ഗ്രന്ഥങ്ങളെടുത്ത് പരിശോധിച്ചു നോക്കിയാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആദം നബിയിലൂടെ, നൂഹ് നബിയിലൂടെ ഇങ്ങനെ കടന്നു വരുന്നിട്ടുണ്ട് എന്നും വന്നതായി നബി തങ്ങൾ തന്നെ പ്രഖ്യാപിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഖാല ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, സഅൽതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിനോട് ഞാൻ ചോദിച്ചു, ഫഖുൽതു ഫിദാക അബി വ ഉമ്മി, നബിയെ എന്റെ ഉമ്മയെയും എന്റെ ബാപ്പയെയും എന്റെ മാതാപിതാക്കളെ ഞാൻ തങ്ങൾക്ക് സമർപ്പിക്കുകയാണ്. അയിന കുൻത വ ആദമു ഫിൽ ജന്ന, ആദം നബി സ്വർഗ്ഗത്തിലായിരുന്നപ്പോൾ തങ്ങൾ എവിടെയായിരുന്നു നബിയെ? ഖാല ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഫതബസ്സമ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുഞ്ചിരിക്കുന്നു, ഹത്താ ബദത് നവാജിദുഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അണപ്പല്ലുകൾ കാണുന്ന രൂപത്തിൽ നബി തങ്ങൾ പുഞ്ചിരിക്കുകയാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, കുൻതു ഫീ സുൽബിഹി, ഞാൻ ആദം നബിയുടെ മുതുകിലായിരുന്നു. സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വരുമ്പോ ഞാൻ ആദം നബിയിൽ നിക്ഷേപിക്കപ്പെട്ടിരുന്നു. പിന്നെ അതിനുശേഷം ഞാൻ ഭൂമി ലോകത്തേക്ക് വന്ന് ആദം നബിയുടെ മുതുകിലൂടെ ആയി ജീവിച്ചുകൊണ്ടിരിക്കുമ്പോ ആദം നബിയുടെ മുതുകിൽ നിന്ന് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെ നീക്കം ചെയ്യുന്നു. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം കപ്പലിൽ കയറുമ്പോ എന്റെ പിതാവായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മുതുകിൽ കപ്പലിൽ ഞാൻ യാത്ര ചെയ്തിരുന്നു. മാത്രമല്ല എന്റെ പിതാവായ ഇബ്രാഹിം നബിയുടെ മുതുകിലായി എന്നെ ആ തീ കുണ്ടാരത്തിലേക്ക് എറിയപ്പെടുകയുണ്ടായി. ഇബ്രാഹിം നബിയെ തീ കുണ്ടാരത്തിലേക്ക് എറിയപ്പെട്ടപ്പോൾ ഇബ്രാഹിം നബിയുടെ മുതുകിലായി ഞാനുണ്ടായിരുന്നു. അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിക്കുകയാണ്. എന്നിട്ട് വിശദമായ ഹദീസ് സ്വഹാബിയായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന ഈ ഹദീസ് ഒട്ടനേകം ഹദീസ് പണ്ഡിതന്മാരെ രേഖപ്പെടുത്തിയത് നമുക്ക് കാണാം. ഹാഫിദ് ഇബ്നു അസാക്കിർ തന്റെ താരിഖ് ദിമഷ്കൽ കബീറിന്റെ 3-ാമത്തെ വാള്യം 407-ാമത്തെ പേജിൽ, ഹാഫിദ് ഇബ്നു കസീറിന്റെ അൽ ബിദായ വൻ നിഹായ, ഹാഫിദ് ജലാലുദ്ദീൻ സുയൂത്തിയുടെ ദുറുൽ മൻസൂർ തുടങ്ങിയ ഒട്ടനേകം ഹദീസ് ഗ്രന്ഥങ്ങളിൽ നമുക്ക് ഇത് കാണാൻ കഴിയും. മാത്രമല്ല ഹാഫിദ് ഇബ്നു അബി ഉമർ അൽ അദരി തന്റെ മുസ്നദിൽ രേഖപ്പെടുത്തി വെച്ച മറ്റൊരു ഹദീസിൽ കാണാം, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഇബ്രാഹിം നബിയെ തീ കുണ്ടാരത്തിലേക്ക് എറിയപ്പെട്ടപ്പോൾ
ഞാൻ ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല സുമ്മലം യസലില്ലാഹു യൻഖുലുനി മിനൽ അസ്ലാബിൽ കരീമത്തി വൽ അർഹാമി ത്വാഹിറാ ഹത്താ അഖ്റജനി അല്ലാഹു മിൻ ബൈനി അബവയ്യ ലം യൽതഖിയാ അലാ സിഫാഹിൻ ഖത്ത്. മങ്കൂസ് മൗലിദിലുള്ള അതേ വചനം നോക്കൂ നിങ്ങൾ. ഹദീസ് ഗ്രന്ഥങ്ങളിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. ഇമാം ജലാലുദ്ദീൻ സുയൂത്തിയുടെ അൽ ഖസായിസുൽ കുബ്ര എന്ന ഗ്രന്ഥത്തിന്റെ 1-ാമത്തെ വാള്യം 39-ാമത്തെ പേജിൽ നമുക്കിത് കാണാൻ കഴിയും. ബഹുമാനപ്പെട്ട ഖാദി ഇയാദ് റഹിമഹുല്ലാ ഈ ഹദീസ് തന്റെ കിതാബ് ഷിഫയിൽ രേഖപ്പെടുത്തി വെച്ചത് കാണാൻ കഴിയും. അപ്പൊ അവരൊക്കെ രേഖപ്പെടുത്തി വെച്ച ഹദീസിൽ തന്നെ അള്ളാഹുവിന്റെ റസൂല് പൂർവ്വ പ്രവാചകന്മാരുടെ മുതുകിലൂടെ വന്ന് ആമിന അബ്ദുള്ള ദമ്പതികളിലേക്ക് എത്തി എന്ന് മങ്കൂസ് മൗലിദിൽ കാണുന്ന അതേ പരാമർശം ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലും കാണാൻ കഴിയും. മാത്രമല്ല ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിൽ വന്നുകൊണ്ട് ബഹുമാനപ്പെട്ട അബ്ബാസ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി തങ്ങളോട് ചോദിക്കുകയാണ്, നബിയെ, യാ റസൂലല്ലാഹി ഇന്നി ഉരീദു, നബിയെ ഞാൻ ഉദ്ദേശിക്കുന്നു തങ്ങളെ ഒന്ന് മദ്ഹ് ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നു, കീർത്തിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന് അനുമതി കൊടുത്തുകൊണ്ട് പറഞ്ഞു, ഭംഗം വരുത്താതിരിക്കട്ടെ, ലാ യുസ്ലില്ലാഹു ഫാക്, നിന്റെ വായയെ അള്ളാഹു ഭംഗം വരുത്താതിരിക്കട്ടെ, അള്ളാഹു നിന്റെ വായക്ക് തകരാറിലൊന്നും സംഭവിക്കാതിരിക്കട്ടെ. റസൂലുള്ളാഹി തങ്ങൾ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ആ സന്ദർഭത്തിൽ ഫഖാല, അബ്ബാസ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കീർത്തിച്ചുകൊണ്ട് മദ്ഹ് ചെയ്തുകൊണ്ട് അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കീർത്തിച്ചുകൊണ്ട് മദ്ഹ് പറയുകയാണ്. മിൻ ഖബ്ലിഹാ തിബ്ത ഫിൽ ളിലാലി വഫി മുസ്തൗദിഇൻ ഹൈസു യുഖ്സിഫുൽ വറഖു ثم هبط البلاد لا بشر أنت ولا مضغة ولا علق بل نطفة تركب السفينة وقد ألجم نسرا وأهله الغرق تنقل من صالب إلى رحم إذا مضى عالم بدا طبق. അബ്ബാസ് റളിയല്ലാഹു അൻഹു അള്ളാഹുവിന്റെ റസൂലിനെ മദ്ഹ് പറയുകയാണ്. തങ്ങളുടെ സാന്നിധ്യത്തിൽ വെച്ചുകൊണ്ടാ പറയുന്നത്. എന്തൊക്കെ പറഞ്ഞത്? മിൻ ഖബ്ലിഹാ തിബ്ത ഫിൽ ളിലാലി വഫി മുസ്തൗദിഇൻ ഹൈസു യുഖ്സിഫുൽ വറഖു ثم هبط البلاد لا بشر أنت ولا ملغة ولا علق بل نطفة تركب السفينة وقد ألجم نسرا وأهله الغرق. അല്ലാഹുവിന്റെ റസൂലിന്റെ നൂറ് ആദം നബിയിലായിരുന്ന സന്ദർഭത്തിൽ ആ സ്വർഗത്തിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിച്ചിരുന്ന കാലഘട്ടം അതിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നു, സുമ്മ ഹബത്തൽ ബിലാദ, പിന്നെ നിങ്ങൾ നാടുകളിലേക്ക് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു നബിയെ. ലാ ബശറുൻ അൻത വലാ മുദ്ഗത്തുൻ വലാ അലഖു, അന്ന് നിങ്ങൾ മനുഷ്യനായിട്ടില്ല, അന്നൊരു മനുഷ്യൻ എന്ന് പറയാവുന്ന രൂപത്തിലായിട്ടില്ല. മാത്രമല്ല വലാ മുദ്ഗത്തുൻ വലാ അലഖു, തങ്ങളന്ന് സിക്താണ്ഡമായിട്ടില്ല, മാംസകഷ്ണമായിട്ടില്ല. പിന്നെയോ ബൽ നുത്ഫത്തുൻ തർകബു സഫീന വഖദ് അൽജമ നസ്റൻ വഅഹ്ലഹുൽ ഗറഖു, ആ കപ്പലിൽ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കപ്പലിൽ അവിടെയുള്ള ജനങ്ങൾക്കൊക്കെ ദുരിതം ബാധിച്ചപ്പോൾ, വെള്ളപ്പൊക്കം സംഭവിച്ചപ്പോൾ തങ്ങൾ കപ്പലിൽ യാത്ര ചെയ്തിരുന്നു നബിയെ. തുങ്കലു മിൻ സാലിബിൻ ഇലാ റഹിമിൻ, മുതുകിൽ നിന്ന് ഗർഭാശയത്തിലേക്ക് തങ്ങൾ ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ഓരോ മുതുകിൽ നിന്നും മറ്റൊരു മുതുകിലേക്ക്, ഓരോ മുതുകിൽ ഓരോ ഗർഭാശയത്തിൽ നിന്നും മറ്റൊരു ഗർഭാശയത്തിലേക്ക് എന്ന രൂപത്തിൽ തങ്ങൾ നീങ്ങി ഇങ്ങനെ വന്നുകൊണ്ട് അവസാനമാണ് നിങ്ങൾ മക്കയിൽ അബ്ദുള്ള ആമിന ദമ്പതികളുടെ മകനായി ഭൂജാതനായിട്ടുള്ളത് നബിയേ എന്ന് പറയുന്ന വരികൾ ബഹുമാനപ്പെട്ട അബ്ബാസ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിനെ കീർത്തിച്ചുകൊണ്ട് ചെല്ലുകയാണ്. നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സാന്നിധ്യത്തിൽ വെച്ച് ഇത് ചുരുവിടുമ്പോ ഇത് തെറ്റാണെന്നോ പാടില്ലാത്തതാണെന്നോ ഇത് അബദ്ധമാണെന്നോ കെട്ടുകഥയാണെന്നോ
മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടേ ഇല്ല എന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയും. അബ്ബാസ് റളിയല്ലാഹു അൻഹു തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ പ്രസ്താവിച്ചിട്ടുള്ളതും കീർത്തിച്ചിട്ടുള്ളതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ അംഗീകരിച്ചിട്ടുള്ളതുമായ യാഥാർത്ഥ്യമാണ് മങ്കൂസ് മൗലിദിൽ ഉള്ളത് എന്നാണ് ഞാൻ ഈ പറഞ്ഞതിന്റെ ചുരുക്കം. പിന്നീട് മങ്കൂസ് മൗലിദിൽ കാണുന്ന മറ്റൊരു കാര്യം നമുക്ക് കാണാം. അല്ലാഹു വല്ലദീ തവസ്സല ബിഹി ആദമു അലൈഹിസ്സലാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് ആദം നബി തവസ്സുലാക്കി അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചു എന്ന് നമുക്ക് മങ്കൂസ് മൗലിദിൽ കാണാം. ഇത് ഖുർആനിന് വിരുദ്ധമാണെന്നും ഇങ്ങനെ ഒരു സംഭവം ഇല്ല എന്നുമൊക്കെ ചില ആളുകൾ പറയാറുണ്ട്. സത്യത്തിൽ അത് പ്രാമാണികമായ പരിജ്ഞാനത്തിന്റെ കുറവ് എന്നല്ലാതെ അതേക്കുറിച്ച് നമുക്കൊന്നും പറയാനില്ല. വളരെ ഹദീസ് ഗ്രന്ഥങ്ങൾ എടുത്ത് പരതിയാൽ ആ ഹദീസുകളിലൊക്കെ ഇത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഹാഫിദ് ഇമാം ബൈഹഖി, ഇമാം ഹാഫിദ് അബൂ നുഐം, ഇമാം ഹാക്കിം, ത്വബറാനി, ഹാഫിദ് ഇബ്നു അസാക്കിർ തുടങ്ങിയ ഒട്ടനേകം ഹദീസ് പണ്ഡിതന്മാർ അവര് രേഖപ്പെടുത്തി വെച്ച ഹദീസിൽ കാണാം, ബഹുമാനപ്പെട്ട ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം സ്വർഗത്തിൽ നിന്ന് പഴം പറിച്ചതുമായി ബന്ധപ്പെട്ട് സ്വർഗത്തിൽ നിന്ന് പുറത്തു പോരേണ്ടി വന്ന സംഭവങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാം. അത് സംബന്ധമായി ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മാപ്പ് അപേക്ഷിക്കുകയാണ്. മാപ്പപേക്ഷിക്കുന്ന രൂപം എങ്ങനെയാണ്? ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണുന്നു. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം ചോദിക്കുകയാണ്, അല്ലാഹുവിനോട് ചോദിക്കുന്നു, അസ്അലുക ബിഹഖി മുഹമ്മദിൻ അൻ തഗ്ഫിറ ലീ. പടച്ചവനെ, ഞാൻ നിന്നോട് ചോദിക്കുന്നു അല്ലാഹുവേ, ബിഹഖി മുഹമ്മദിൻ അൻ തഗ്ഫിറ ലീ, മുഹമ്മദ് നബിയുടെ മഹത്വം കൊണ്ട് എനിക്ക് നീ പൊറത്തു തരണമേ എന്ന് ഞാൻ നിന്നോട് ചോദിക്കുന്നു അല്ലാഹുവേ. ആരാണ് ചോദിക്കുന്നത്? ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം. എങ്ങനെയാണ് ചോദിക്കുന്നത്? ബിഹഖി മുഹമ്മദിൻ, മുഹമ്മദ് നബിയുടെ മഹത്വം കൊണ്ട് നിന്നോട് ഞാൻ ചോദിക്കുന്നു എന്നാണ്. അപ്പൊ അള്ളാഹുവിന്റെ റസൂലിനെ തവസ്സുലാക്കിയിട്ടാണ് ആദം നബി ചോദ്യം ചോദിക്കുന്നത്. അപ്പൊ അള്ളാഹു ചോദിക്കുന്നു, അതല്ല ആദമേ, എങ്ങനെയാണ് ഞാൻ സൃഷ്ടിച്ചിട്ടില്ലാത്ത മുഹമ്മദ് നബിയെ നിങ്ങൾക്ക് പരിചയമുണ്ടാകുന്നത്, നിങ്ങൾ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നു, പടച്ചവനെ, നീ എന്നെ സൃഷ്ടിച്ചതിന് ശേഷം ഞാൻ പരതി നോക്കിയപ്പോ അർശിന്റെ മുകൾ ഭാഗത്ത് എഴുതി വച്ചിരിക്കുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. റബ്ബേ, നിന്റെ പേരിനോട് കൂടെ ചേർത്തി വെച്ചിട്ടുള്ള ആ പേര് നീ ഇഷ്ടപ്പെടാത്തതാവുകയില്ല എന്ന് എനിക്കറിയാമല്ലോ. നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവനായിരിക്കുന്നത്. അതുകൊണ്ടാണ് ആ മുഹമ്മദ് നബിയെ മുൻനിർത്തി ഞാൻ നിന്നോട് ചോദിക്കുന്നത് റബ്ബേ. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മറുപടി പറഞ്ഞു, അല്ലാഹു അത് അംഗീകരിച്ചു എന്ന്. ഹദീസ് ഗ്രന്ഥങ്ങളിൽ ആരൊക്കെയാണ് ഈ ഹദീസ് ഉദ്ധരിക്കുന്നത്? ഇമാം ബൈഹഖി ഉദ്ധരിക്കുന്നു, ഹാഫിദ് അബൂ നുഐം ഉദ്ധരിക്കുന്നു, ഇമാം ഹാക്കിം തന്റെ മുസ്തദ്രക്കിന്റെ 3-ാമത്തെ വാല്യം 517-ാമത്തെ പേജിൽ ഉദ്ധരിക്കുന്നു, ഇമാം ത്വബറാനി ഉദ്ധരിക്കുന്നു, പലരും ഉദ്ധരിച്ചിട്ടുണ്ട്. ഈ സംഭവം പരിശുദ്ധ ഖുർആനിന് വിരുദ്ധമാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി ചിലർ ശ്രമിക്കാറുണ്ട്. അതെന്താ? ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടെ നടന്ന സംഭവവുമായി ബന്ധപ്പെട്ട് ആദം നബി പറഞ്ഞിട്ടുള്ള വചനം ഇതല്ല എന്ന് ഖുർആനിലുണ്ട് എന്നാണ് ചില ആളുകൾ പറയാറുള്ളത്. ഏതാണ് ഖുർആൻ? ഫതലഖാ ആദമു മിർ റബ്ബിഹി കലിമാത്തിൻ ഫതാബ അലൈഹി ഇന്നഹു ഹുവത് തവ്വാബുർ റഹീം. ഖുർആൻ പറയുന്നു, ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം റബ്ബിൽ നിന്ന് ഏതാനും വചനങ്ങൾ എത്തിച്ചു, ഏതാനും കലിമാത്തുകളെ എത്തിച്ചു എന്നാണ്. ആ കലിമാത്തുകൾ ഏതാണ്? പരിശുദ്ധ ഖുർആനിൽ തന്നെ മറ്റൊരു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്, റബ്ബനാ വലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ എന്നാണ്. അതുകൊണ്ട് തന്നെ ഈ റസൂലുള്ളാഹി തങ്ങളെ തവസ്സുലാക്കിയ പ്രാർത്ഥനയാണ് എന്ന് ഖുർആനിൽ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇത് ഖുർആൻ വിരുദ്ധമാണ് എന്ന് ചില ആളുകൾ
ജനിപ്പിക്കുന്നത് കാണാൻ കഴിയും. സഹോദരന്മാരെ, ഈ പരിശുദ്ധ ഖുർആനിക വചനത്തിന്റെ തഫ്സീർ എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ പല തഫ്സീർ ഗ്രന്ഥങ്ങളിലും ഈ പറഞ്ഞ ഹദീസ് കൂടി രേഖപ്പെടുത്തപ്പെട്ടത് കാണാം. തഫ്സീർ ദുർറുൽ മൻസൂർ 1-ാം വാള്യം 116-ാം പേജിൽ കാണാം. തഫ്സീറുൽ ഖുർത്തുബി എടുത്ത് പരിശോധിച്ചാൽ ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ ഇത് പറഞ്ഞത് കാണാൻ കഴിയും. അപ്പൊ കെലിമാത്തിൻ എന്ന് പറഞ്ഞ ഈ കെലിമാത്തിൽ, ഈ വചനങ്ങളിൽ ഇതുകൂടി ഉൾപ്പെട്ടിട്ടുണ്ട്. റബ്ബനാ സലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ എന്ന വചനം ഉൾപ്പെട്ടതുപോലെ ഇതുകൂടി ഉൾപ്പെട്ടിട്ടുണ്ട്. ഇത് രണ്ടും ഉണ്ടാകുന്നതിന് ഒരു എതിരുമില്ല, അത് വൈരുദ്ധ്യമേ അല്ല. ഈ അങ്ങനെയാണെങ്കിലേ ഇത് ഖുർആൻ വിരുദ്ധമാണ് എന്ന് സ്ഥാപിച്ചെടുത്ത് വിയർപ്പൊഴുക്കിയിട്ട് കാര്യമുള്ളൂ. സഹോദരന്മാരെ, വിദഴികളുടെ ഇത് വിദണ്ഡവാദമാണ്. യാഥാർത്ഥ്യത്തെ കുറിച്ച് ബോധമില്ലാത്തത് കൊണ്ടാണ് അവർ ഇപ്രകാരം പറയുന്നത് എന്നേ നമുക്ക് അതേക്കുറിച്ച് പറയാനോ. ചുരുക്കത്തിൽ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം തവസ്സുല് ചെയ്തു എന്ന് പറയുന്നത് ഹദീസ് ഗ്രന്ഥങ്ങളിൽ സ്ഥാനം പിടിച്ചത് തന്നെയാണ്. മങ്കൂസ് മൗലിദിൽ കാണുന്ന മറ്റൊരു പരാമർശമാണ് നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിന്റെ റസൂലിനെ കൊണ്ട് സഹായം തേടി എന്ന് മങ്കൂസ് മൗലിദിൽ കാണാം. ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടുണ്ട്. ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. അല്ലാമ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അഹ്മദ് ബിൻ യാസ് റഹിമഹുല്ലാഹ് തന്റെ ബദാഇഉൽ സുഹൂർ ഫീ വഖാഇഉൽ ദുഹൂർ എന്ന ഗ്രന്ഥം എടുത്ത് പരിശോധിക്കും. അതിന്റെ 71-ാമത്തെ പേജിൽ കാണാം, മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ശത്രുക്കൾ പീഡിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ, ശത്രുക്കൾ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെതിരിൽ ശത്രുക്കൾ തിരിഞ്ഞപ്പോൾ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ഫലമ്മാ ഖറജ ഇലൈഹിം നൂഹൻ, നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അവരിലേക്ക് ചെന്നു പുറപ്പെട്ടു. വഖഫ അലാ തന്നിൻ ആലിൻ, ഒരു ഉയർന്ന സ്ഥലത്ത് നിന്നുകൊണ്ട്, വറഫഅ റഅസഹു, തല ആകാശത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് ഒരൊറ്റ പ്രാർത്ഥനയാണ്. വഖാല ഇലാഹി അസ്അലുക അൻ തൻസുറനി അലൈഹിം ബിനൂരി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പടച്ചവനെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നൂറിനെ മുൻനിർത്തി, നൂറ് കൊണ്ട് ഇതാ ആ ശത്രുക്കൾക്കെതിരിൽ എന്നെ നീ സഹായിക്കണമേ എന്ന് ഞാനിതാ ആവശ്യപ്പെടുന്നു, ചോദിക്കുന്നു. റബ്ബേ, ഇലാഹി അസ്അലുക, അല്ലാഹുവേ ഞാൻ നിന്നോട് ചോദിക്കുന്നു, അൻ തൻസുറനി അലൈഹിം, അവർക്കെതിരിൽ നീ എന്നെ സഹായിക്കണമേ, ബിനൂരി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നൂറ് കൊണ്ട് ഞാനിതാ നിന്നോട് ചോദിക്കുന്നു. അള്ളാഹുവിന്റെ റസൂലിനെ മുൻനിർത്തി, റസൂലുള്ളാഹിന്റെ നൂറിനെ മുൻനിർത്തി മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്, അള്ളാഹുവിനോട് ചോദിക്കുകയാണ്. ഇസ്തിഗാസ എന്നും തവസ്സുൽ എന്നും ഒക്കെ പറയുന്നത് പദപ്രയോഗങ്ങൾ രണ്ടും വ്യത്യസ്തമാണെങ്കിലും താത്വികമായി രണ്ട് സഹായം, ഇസ്തിഗാസയിലും തവസ്സുലിലും ഒക്കെയുള്ള സഹായം അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്നതാണ്. അത് ലഭിക്കാൻ വേണ്ടി മഹാത്മാക്കളെ ഇടയാളന്മാരാക്കുകയാണ്. ചിലത് നേരിട്ട് അവരെ ഇടയാളന്മാരാക്കി ചോദിക്കുന്നു, മറ്റു ചിലത് അവരെ ഇടയാളന്മാരാക്കി അള്ളാഹുവിനോട് ചോദിക്കുന്നു എന്ന വ്യത്യാസമേ ഉള്ളൂ. രണ്ടായാലും മഹാത്മാക്കൾ മുഖേന അള്ളാഹുവിൽ നിന്ന് ലഭിക്കുക എന്നതാണ് തവസ്സുലിന്റെയും സാങ്കേതികമായ ഇസ്തിഗാസയുടെയും ഒക്കെ ഉദ്ദേശവും ലക്ഷ്യവും. അള്ളാഹുവിന്റെ റസൂലിനെ മുൻനിർത്തി അള്ളാഹുവിൽ നിന്ന് സഹായം നേടുക എന്നതാണ് അവിടെയും ഉള്ളത്. അതേക്കുറിച്ചാണ് മങ്കൂസ് മൗലിദിൽ ഈ പരാമർശം നടത്തിയിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കാം. ഹാഫിദ് ഇബ്നുൽ ജൗസി ഹദീസിന്റെ വിഷയത്തിൽ വളരെ കണിശതയുള്ള വ്യക്തിത്വമാണ്. മഹാനവറുകൾ റസൂലുള്ളാഹി തങ്ങളുടെ തങ്ങളെ കുറിച്ച് എഴുതിയ മൗലിദുൽ അറൂസ്, ആ മൗലിദുൽ അറൂസിൽ രേഖപ്പെടുത്തി വെച്ചത് കാണാം. وبه توسل نوح في طوفانه فأجيب حين طغى عليه الماء. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം തൂഫാൻ ഉണ്ടായപ്പോ റസൂലുള്ളാഹി തങ്ങൾ മുഖേന അല്ലാഹുവോട് പ്രാർത്ഥിച്ചു. فأجيب حين طغى عليه الماء,
വെള്ളം അവരുടെ മേലിൽ തളം കെട്ടി നിന്നപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഫഉജീബ ഹീന തഗാ അലൈഹിൽ മാഉ, അവർക്ക് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു ആ പ്രാർത്ഥനക്ക് ഉത്തരം നൽകുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഖേന ചോദിച്ച കാരണത്തിനാൽ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഉത്തരം നൽകുകയും ചെയ്തു എന്ന് ഹാഫിദ് ഇബ്നുൽ ജൗസി തന്റെ മൗലിദുൽ അറൂസ് എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി വെച്ചത് കാണാൻ കഴിയും. അതുകൊണ്ട് മങ്കൂസ് ബോധിൽ പറയുന്ന ആ സംഭവവും അടിസ്ഥാനപരം തന്നെയാണ്. അത് അടിസ്ഥാനമില്ലാത്തതോ പ്രമാണമില്ലാത്തതോ തെളിവുകളുടെ പിൻബലമില്ലാത്തതോ അല്ല എന്ന് മനസ്സിലാക്കാനാണ് ഞാനിത് വിശദീകരിച്ചത്. അതുപോലെ തന്നെ മങ്കൂസ് മൗലിദിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മാതാപിതാക്കളെ പേര് പറയുമ്പോൾ നമ്മളൊക്കെ റളിയല്ലാഹു അൻഹു എന്ന് പറയും, അല്ലേ? ഇത് അരോചകമായ ചില ആളുകൾ, ഇത് അംഗീകരിക്കാൻ വയ്യാത്ത ചില ആളുകൾ അള്ളാഹുവിന്റെ റസൂലിന്റെ മാതാപിതാക്കൾ നരകത്തിലാണെന്നും അമുസ്ലിമാണെന്നും കാഫിറാണെന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം ആളുകൾ ഇപ്പോഴുമുണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് സങ്കടം തോന്നുകയാണ്. സഹോദരന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊച്ചാക്കുക എന്നല്ലാതെ എന്താണ് ഇവരുടെ പിന്നിലുള്ള ലക്ഷ്യം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മാതാപിതാക്കൾ നരകത്തിലാണ്, അമുസ്ലിമീങ്ങളാണ്, കാഫിറാണെന്ന് പറഞ്ഞാൽ എന്തുമാത്രം റസൂലുള്ളാഹി തങ്ങളെ കൊച്ചാക്കുകയാണത്. നമ്മുടെയൊക്കെ മാതാപിതാക്കൾ തന്നെ അമുസ്ലിമാണെന്നും നരകത്തിലാണെന്നും പറഞ്ഞാൽ നമ്മളൊക്കെ അത് സഹിക്കുമോ, അംഗീകരിക്കുമോ? എന്നാൽ ലോകത്തിന്റെ നേതാവ് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മാതാപിതാക്കളെ കുറിച്ച് കുറ്റം പറയുന്നു. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തന്നെ കൊച്ചാക്കുന്നതിന് സമാനമാണ് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. നിരവധി ഹദീസുകൾ എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് അള്ളാഹുവിന്റെ റസൂല് തന്നെ പറയുന്നത് കാണാം, എന്റെ കുടുംബം പരിശുദ്ധ കുടുംബമാണ്. നോക്കൂ നിങ്ങൾ, ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസ്, ഇന്നല്ലാഹ അസ്തഫാ കിനാനത മിൻ ബുൽദി ഇസ്മാഈൽ വസ്തഫാ ഖുറൈശൻ മിൻ കിനാന വസ്തഫാ മിൻ ഖുറൈശിൻ ബനി ഹാഷിം വസ്തഫാനി മിൻ ബനി ഹാഷിം. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. അള്ളാഹുവിന്റെ റസൂല് പറയുകയാണ്, ഇസ്മാഈൽ നബിയുടെ സന്താന പരമ്പരകളിൽ നിന്ന് കിനാനത്ത് വർഗത്തിനെ അള്ളാഹു പ്രത്യേകം തെരഞ്ഞെടുത്തിരിക്കുന്നു. ഖുറൈശികളെ കിനാനത്ത് ഗോത്രത്തിൽ നിന്ന് പ്രത്യേകം തെരഞ്ഞെടുത്തിരിക്കുന്നു. ഖുറൈശികളിൽ നിന്ന് തന്നെ ബനു ഹാഷിമിനെ അള്ളാഹു പ്രത്യേകം തെരഞ്ഞെടുത്തിട്ടുണ്ട്. അവരിൽ നിന്ന് എന്നെ അള്ളാഹു പ്രത്യേകം സംശുദ്ധമായി കടഞ്ഞെടുത്തിരിക്കുന്നു എന്നാണ് അള്ളാഹുവിന്റെ റസൂല് തന്നെ നമ്മെ പഠിപ്പിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. കഴിഞ്ഞില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, വഖ്തറഖന്നാസു ഫിർഖതൈനി, ലോകത്ത് ഏത് കാലത്തും ജനങ്ങൾ രണ്ട് വിഭാഗമായി തീരുമ്പോഴൊക്കെയും ഇല്ലാ ജഅലനില്ലാഹു ഫീ ഖൈരിഹിമാ, അതിലേറ്റവും ഉത്തമ വിഭാഗത്തിലാണ് അള്ളാഹു എന്നെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഫഉഖ്രിജതു മിൻ ബൈനി അബവൈ, എന്റെ മാതാപിതാക്കളിലൂടെ അള്ളാഹു എന്നെ ഭൂമി ലോകത്തേക്ക് രംഗത്ത് കൊണ്ടുവന്നു. പക്ഷേ ഫലം യുസിബനി ശൈഉൻ മിൻ അഹ്ദിൽ ജാഹിലിയ്യ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, എന്റെ മാതാപിതാക്കൾ, ആ മാതാപിതാക്കളിലൂടെയാണ് ഞാൻ പുറത്തു വരുന്നത്. ജാഹിലിയ സംസ്കാരത്തിൽപ്പെട്ട ഒന്നും എന്നെ തൊട്ടിട്ടില്ല, സ്പർശിച്ചിട്ടില്ല. അള്ളാഹുവിന്റെ റസൂല് നമ്മെ പഠിപ്പിക്കുകയാണ്. ഹദീസ് ഗ്രന്ഥങ്ങൾ ഏതെടുത്ത് പരിശോധിച്ചാലും നബി തങ്ങൾ തന്നെ പറയുന്നത് കാണാം,